നമസ്കാരം, പീസ് ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡർ മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള 20 ഡേയ്സ് സ്പ്രിന്റ് ചലഞ്ച് ക്ലാസ് ആണ്. ഇവിടെ നമ്മൾ പ്രധാനമായും നോക്കാൻ പോകുന്നത് കേരള PSC ആവർത്തിച്ച് ചോദിക്കുന്ന 250 ടോപ്പിക്കുകളാണ്. അതിന്റെ ഡേ 4 ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡർ 20 ഡേ സ്പ്രിന്റ് ചലഞ്ച് ക്ലാസ് ഡേ 4 ആണെന്ന്. ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട ഒരു 10 ടോപ്പിക്കുകളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ടോപ്പിക്കുകൾ എന്ന് നോക്കാം. സുഹൃത്തുക്കളെ, നമ്മുടെ കേരള PSC ഇപ്പോൾ വേൾഡ് ജോഗ്രഫിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യമേഖലയാണ് ഭൂരൂപങ്ങൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഭൂരൂപങ്ങൾ എന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഭൂരൂപങ്ങളെ പറ്റി പഠിക്കാം. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് നദീജന്യ ഭൂരൂപങ്ങളാണ്. എന്താണ് നദീജന്യ ഭൂരൂപങ്ങൾ? അല്ലെങ്കിൽ നമുക്ക് പറയാം ഒഴുകുന്ന ജലം മൂലം നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന ഭൂരൂപങ്ങളെയാണ് നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത്. ഒഴുകുന്ന ജലം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് എന്താ? ഒന്ന് നദി, മറ്റൊന്ന് എന്തായിരിക്കും? നമ്മുടെ ഭൂഗർഭജലം. ഇത് രണ്ടും നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം നോക്കാനുള്ള ഏതാ? നദീജന്യ ഭൂരൂപങ്ങളാണ്. നദീജന്യ ഭൂരൂപങ്ങൾ പ്രധാനമായും നദിയുടെ 3 ഘട്ടങ്ങളിലായി കാണപ്പെടുന്നു. നദീജന്യ ഭൂരൂപങ്ങൾ പ്രധാനമായിട്ടും നദിയുടെ 3 ഘട്ടങ്ങളിലായി കാണപ്പെടുന്നു. എന്താ നദിയുടെ 3 ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ, നദിയുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ്. എന്നാലും ജസ്റ്റ് ഒരു സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തരാം. പ്രധാനമായിട്ടും ഒരു നദിക്ക് 3 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന് ഉപരിഘട്ടം, മറ്റൊന്ന് മധ്യഘട്ടം, മറ്റൊന്ന് കീഴ്ഘട്ടം. ഇങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ടാണ് ഒരു നദി ഒഴുകുന്നതായിട്ടാണ് ജിയോഗ്രഫിക്കലി നമ്മൾ പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നദിയുടെ ഉപരിഘട്ടത്തിൽ കുറച്ച് പ്രധാനപ്പെട്ട ഭൂരൂപങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നദിയുടെ മധ്യഘട്ടത്തിൽ കുറച്ച് പ്രധാനപ്പെട്ട ഭൂരൂപങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ നദിയുടെ കീഴ്ഘട്ടം അല്ലെങ്കിൽ ഏറ്റവും അവസാന ഭാഗത്തും കുറച്ച് ഭൂരൂപങ്ങൾ നദി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നും വ്യത്യസ്തപ്പെടുത്തി, അതായത് ഏത് ഘട്ടത്തിലാണെന്ന് തന്നെ നമ്മൾ പഠിക്കണം. കാരണം ആദ്യകാലങ്ങളിൽ PSC ചോദിച്ചുകൊണ്ടിരുന്നത് നദി ഉണ്ടാക്കുന്ന ഭൂരൂപങ്ങൾ എന്നാണ്. ഇപ്പോൾ PSC എടുത്തു ചോദിക്കുന്നുണ്ട് നദിയുടെ ഏത് ഘട്ടത്തിൽ ഏത് ഭൂരൂപം ഉണ്ടാകുന്നുണ്ടെന്ന്. അതുകൊണ്ട് നമുക്ക് സമയം കളയേണ്ട, നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. നദിയുടെ ഉപരിഘട്ടത്തിൽ കാണപ്പെടുന്ന ഭൂരൂപങ്ങളാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. നദിയുടെ ഉപരിഘട്ടത്തിൽ കാണപ്പെടുന്ന ഭൂരൂപങ്ങൾ. ഓൾറെഡി നമ്മുടെ ചാനലിൽ നദിയുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു ക്ലാസ് ഉണ്ട്. അതിനകത്ത് വ്യക്തമായിട്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം ഒന്ന് നോക്കാം. നദിയുടെ ഉപരിഘട്ടത്തിൽ കാണപ്പെടുന്ന ഭൂരൂപങ്ങൾ ആദ്യമായിട്ട് പഠിക്കേണ്ടതാണ് താഴ്വരകൾ. നദിയുടെ ഉപരിഘട്ടത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഭൂരൂപം എന്താ? താഴ്വരകള്. നദിയുടെ അപരദന ഫലമായി റില്ലുകൾ എന്നറിയപ്പെടുന്ന ചെറു ചാലുകൾ രൂപം കൊള്ളുന്നു. ഇവ സാവധാനം നീളവും വിസ്താരവുമേറിയ ഗള്ളികളായി മാറുന്നു. ഈ ഗള്ളികൾ കൂടിച്ചേർന്ന് എന്താവുന്നു? താഴ്വരകൾ രൂപപ്പെടുകയും ചെയ്യുന്നു. സിമ്പിൾ ആണ് സുഹൃത്തുക്കളെ, ഒന്നുമില്ല സുഹൃത്തുക്കളെ. ചിത്രത്തിലേക്കും ശ്രദ്ധിക്കുക. ഇതുവഴി ഒരു നദി ഒഴുകുന്നത് നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ നദി ഒഴുകുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, മഴ പെയ്യും അല്ലെ? മഴ പെയ്യുന്ന സമയത്ത് ഈ നദിയുടെ ചെരുവുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ജലം എന്ത് ചെയ്യും? താഴേക്ക് ഒഴുകി വരും. ഇല്ലെന്നുണ്ടെങ്കിൽ നദിക്ക് കൈവഴികൾ കാണും. അതെന്ത് ചെയ്യും? ഇങ്ങനെ നദിയിലേക്ക് എന്ത് ചെയ്യും? വന്നു ചേരും. ഇങ്ങനെ കുറെ ഇങ്ങനെ ഒഴുകി വരുമ്പോഴത്തേക്കും ഇവിടെ എന്തുണ്ടാവും? ആദ്യം റിൽസ് എന്നറിയപ്പെടുന്ന ചെറുചാലുകൾ രൂപീകരിക്കും അല്ലെ? നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ പോയി നോക്കിയാൽ നമുക്ക് കാണാം. ഇങ്ങനെ ചെറുചാലുകൾ എന്ത് ചെയ്യും? രൂപീകരിക്കും. ഇങ്ങനെ ഈ ചെറുചാലുകൾ എന്ത് ചെയ്യും? കാലക്രമേണ കൂടിക്കൂടി വിസ്തൃതമായിട്ടുള്ള ഗള്ളികൾ എന്ന പേരിൽ അറിയപ്പെടുന്നതായി ഇങ്ങനെ ഒരു ഭാഗമായിട്ട് മാറും. കണ്ടോ സുഹൃത്തുക്കളെ? അതായത് ഒത്തിരി ചാലുകൾ കൂടിച്ചേർന്ന് വലിയൊരു ചാലായി മാറി എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പൊ എന്തായിട്ടായി മാറിയത്? അവന് ഗള്ളി എന്ന പേരിൽ മാറി. ഇനി ഈ ഗള്ളികൾ കൂടിച്ചേർന്ന് അല്ലെങ്കിൽ വികസിച്ച് എന്തായിട്ട് മാറും? താഴ്വരകള് രൂപപ്പെടുകയും ചെയ്യും. ഓർക്കുക. രണ്ടാമതായിട്ട് നമുക്ക് പ്രധാനമായും പഠിക്കേണ്ട ഉപരിഘട്ടത്തിലെ ഭൂരൂപമാണ് വെള്ളച്ചാട്ടങ്ങൾ. എന്താണ്? വെള്ളച്ചാട്ടങ്ങൾ. കാഠിന്യമേറിയ ശിലകൾക്ക് മുകളിലൂടെ നദി ഒഴുകുമ്പോൾ രൂപപ്പെടുന്നവയാണ് വെള്ളച്ചാട്ടങ്ങൾ. ചെറു വെള്ളച്ചാട്ടങ്ങളുടെ കൂട്ടത്തെ കാസ്കേഡുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓർത്ത് പഠിച്ചോളണേ. വെള്ളച്ചാട്ടങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. കാഠിന്യമേറിയ ശിലകൾക്ക് മുകളിലൂടെ ഒഴുകുമ്പോൾ രൂപപ്പെടുന്നവയാണ് വെള്ളച്ചാട്ടങ്ങൾ. അപ്പോൾ നദി എന്ത് ചെയ്യണം? കാഠിന്യമേറിയ ശിലകളുടെ മേളിലൂടെ ഒഴുകുമ്പോൾ എന്ത് സംഭവിക്കും? അപരദന പ്രക്രിയ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് രൂപപ്പെടുന്നവയാണ് എന്ത്? വെള്ളച്ചാട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒത്തിരി ചെറു വെള്ളച്ചാട്ടങ്ങളുടെ കൂട്ടത്തെ നമ്മൾ എന്താന്നാ വിളിക്കുന്നത്? കാസ്കേഡുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുകൂടെ സുഹൃത്തുക്കൾ എന്ന് ഓർക്കുക. ഇനി നമുക്ക് പ്രധാനമായിട്ടും 3 പോയിന്റ്സ് പഠിക്കുവാനുണ്ട്. ആ 3 പോയിന്റ്സും നമ്മുടെ വെള്ളച്ചാട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇമ്പോർട്ടന്റ് ആണ് സുഹൃത്തുക്കളെ. വെള്ളച്ചാട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന 3 പോയിന്റ്സ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. എന്താണ് വെള്ളച്ചാട്ടം എന്ന് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് വെള്ളച്ചാട്ടത്തിനുള്ളിലുള്ള 3 പ്രധാനപ്പെട്ട ഭൂരൂപങ്ങളാണ്. ഒന്നാണ് ഉൾക്കുഴികൾ. ഒന്നാമത്തേതാര? ഉൾക്കുഴികൾ. രണ്ടാമത്തേതാണ് ഉരക്കുഴികൾ. രണ്ടാമത്തെ ആര? ഉരക്കുഴികൾ. മൂന്നാമത്തേതാണ് പ്ലഞ്ച് പൂള്. എന്താണ്? പ്ലഞ്ച് പൂള്. മറക്കരുത്. ഇങ്ങനെ 3 സാധനങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നുകൂടെ പറയാം. ഉൾക്കുഴികൾ,
ഉരക്കുഴികൾ, പ്ലഞ്ച് പൂളിനെ പറ്റി ഞാനിവിടെ ആദ്യം ഒന്ന് വിശദീകരിക്കാം, കാരണം ഞാനിവിടെ നോട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പ്ലഞ്ച് പൂള് എന്നുള്ളത്. സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, വെള്ളച്ചാട്ടം രൂപീകരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നദി ഒരു ഹാർഡ് റോക്ക് അല്ലെങ്കിൽ കാഠിന്യമുള്ള ശിലയുടെ മുകളിലൂടെ ഒഴുകണമെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ സുഹൃത്തുക്കളെ, ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക. കണ്ടോ, ഒരു ഹാർഡ് റോക്കിൽ കൂടെ അല്ലെങ്കിൽ കാഠിന്യമേറെ ശിലയിലൂടെ നദി എന്ത് ചെയ്തു? ഒഴുകി. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് രൂപപ്പെട്ടു? ഒരു വെള്ളച്ചാട്ടം രൂപപ്പെട്ടു. ഇനി ഈ വെള്ളച്ചാട്ടം വന്ന് പതിക്കുന്ന ഭാഗം സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചേ, ഞാൻ ഈ മാർക്ക് ചെയ്ത ഷെയ്ഡ് ചെയ്ത ഭാഗം, ഇവിടെ എന്താ പ്രത്യേകത? ഇവിടെ സോഫ്റ്റ് റോക്ക് അല്ലെങ്കിൽ കാഠിന്യമില്ലാത്ത മൃദുശിലകളാൽ നിർമ്മിതമാണെങ്കിൽ ഈ ശക്തമായി വന്നു വീഴുന്ന ജലത്തിന്റെ സാന്നിധ്യം മൂലം അല്ലെങ്കിൽ ജലം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എന്ത് രൂപപ്പെടും സുഹൃത്തുക്കളെ? ഒരു കുഴി രൂപപ്പെടും അല്ലേ? ഇങ്ങനെ ഒരു കുഴി രൂപപ്പെടും. ഈ കുഴിക്കുള്ളിൽ എന്ത് ചെയ്യും? ജലം ഇങ്ങനെ വന്ന് കെട്ടിക്കിടക്കും. ഇങ്ങനെയുള്ള സ്ഥലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്ലഞ്ച് പൂള് എന്ന് പറയുന്നത്. ഓർത്തോളനെ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ എന്താണ് പ്ലഞ്ച് പൂൾ എന്ന് പറഞ്ഞാൽ? സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഒരു വാട്ടർഫാൾ അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തില് ആ ജലം വന്ന് പതിക്കുന്ന ഭാഗത്ത് ഒരു കുഴി രൂപപ്പെടുകയും ആ കുഴിയിൽ ഒരു പൂള് പോലെ ജലം കെട്ടിക്കിടക്കുകയും ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരെന്താ? പ്ലഞ്ച് പൂള് എന്ന്. അടുത്തതാണ് ഉൾക്കുഴികൾ. എന്താണ് ഉൾക്കുഴികൾ? ശിലാമണ്ഡലങ്ങൾക്ക് ഉപരിതലത്തിലൂടെ ഒഴുകുന്ന നദിയുടെ ഒഴുക്കുമൂലം നിരന്തരമായ ഉരസൽ പ്രക്രിയയുടെ ഫലമായി ശിലകളുടെ ഉപരിതലത്തിൽ വൃത്താകൃതിയിൽ കുഴികൾ രൂപം കൊള്ളുന്നു. ഇവയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഉൾക്കുഴികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഹാർഡ് റോക്കിൽ കൂടെ എന്ത് ചെയ്യും? നദി ഒഴുകും. ഈ സമയത്ത് എന്താണ്? നദിയുടെ ഈ ഒഴുകുമ്പോൾ എന്താണ്? വളരെ വേഗത്തിലാണ് നദി ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ശിലകളുടെ ഉപരിതലത്തിൽ എന്ത് സംഭവിക്കും? ചെറിയ ചെറിയ വൃത്താകൃതിയിലുള്ള കുഴികൾ എന്ത് ചെയ്യും? രൂപപ്പെടും. ഇങ്ങനെ ഉണ്ടാകുന്ന കുഴികൾ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഉൾക്കുഴികൾ എന്ന്. എന്താണ് ഉൾക്കുഴികൾ എന്ന്? അടുത്തതാണ് ഉരക്കുഴികൾ. എന്താണ് ഉരക്കുഴികൾ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വെള്ളച്ചാട്ടങ്ങളുടെ ചുവട് ഭാഗങ്ങളിൽ ശക്തമായ ജലപാതത്തിന്റെ ആഘാതം മൂലം രൂപപ്പെടുന്ന ആഴമേറിയ കുഴികളാണ് ഉരക്കുഴികൾ എന്നറിയപ്പെടുന്നത്. കണ്ടോ സുഹൃത്തുക്കളെ, ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഉരക്കുഴികൾ എന്ന് പറയുന്നത്. പ്ലഞ്ച് പൂളുമായിട്ട് ഇത് കമ്പയർ ചെയ്യരുത്. പ്ലഞ്ച് പൂൾ എന്ന് വെച്ചാൽ അവിടെ കെട്ടിക്കിടക്കുന്ന ജലത്തിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? പ്ലഞ്ച് പൂൾ എന്ന്. എന്നാൽ ആ കുഴിയെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഉരക്കുഴി എന്നാണ്. അപ്പോൾ നമ്മുടെ വെള്ളച്ചാട്ടം പ്രധാനമായിട്ടും രണ്ട് രീതിയിലുള്ള കുഴികൾ ഉണ്ടാക്കുന്നുണ്ട്. ഒന്നെന്താണ്? ഉൾക്കുഴി. ഉൾക്കുഴി എന്ന് പറഞ്ഞാൽ ജലം എന്ത് ചെയ്യുന്നു? ഹാർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കട്ടി കൂടിയ പ്രതലമുള്ള ശിലയ്ക്ക് മുകളിലൂടെ ഒഴുകുന്ന സമയത്ത് ആ ശിലയുടെ മുകളിൽ എന്ത് ചെയ്യുന്നു? ചെറിയ ചെറിയ ഹോളുകൾ ഉണ്ടാക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ കുഴികൾ ഉണ്ടാക്കുന്നു. ഇവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഉൾക്കുഴികൾ എന്ന്. ഇനി ഉരക്കുഴികൾ എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? ഈ നദി ഒഴുകുന്ന സമയത്തല്ല, ഈ നദി നേരെ താഴേക്ക് വന്ന് പതിക്കുന്ന, അതായത് വെള്ളച്ചാട്ടത്തിൽ ആ വെള്ളം വന്ന് പതിക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്? വലിയ തോതിൽ അപരദന പ്രക്രിയ സംഭവിച്ച് വലിയ കുഴികൾ രൂപപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കയങ്ങൾ എന്നൊക്കെ പറയൂലേ, അതുപോലെ വലിയ വലിയ കുഴികൾ രൂപപ്പെടുന്നുണ്ട്. ഇത്തരം കുഴികളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഉരക്കുഴികൾ എന്ന് ഓർക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് നദിയുടെ മധ്യഘട്ടത്തിൽ കാണപ്പെടുന്ന ഭൂരൂപങ്ങളാണ്. നദിയുടെ മധ്യഘട്ടത്തിൽ കാണപ്പെടുന്ന ഭൂരൂപങ്ങൾ ആദ്യമായി പഠിക്കേണ്ടതും PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതുമാണ് മിയാണ്ടറുകൾ. എന്താണ് മിയാണ്ടറുകൾ എന്ന്? നദിയുടെ ഒഴുക്കിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ മൂലം നദി തരംഗ രൂപത്തിൽ ഒഴുകുന്നു. ഇവയാണ് മിയാണ്ടറുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുന്ന ചിത്രത്തിലോട്ട് വേറൊന്നുമില്ല. ആദ്യം ഇങ്ങനെ നദി എന്ത് ചെയ്തു? ഒഴുകിക്കൊണ്ടിരുന്നു. അതിനുശേഷം നദിക്ക് എന്ത് ചെയ്തു? വേഗത വ്യത്യാസം വരുന്ന സമയത്ത് നദി എന്ത് ചെയ്യും? V എന്ന് പറഞ്ഞ രീതി കാണിച്ചിരിക്കുന്ന പോലെ വളഞ്ഞു പുളഞ്ഞ് എന്ത് ചെയ്യും? ഒഴുകിക്കൊണ്ടിരിക്കും. പിന്നെ എന്ത് ചെയ്യും? വീണ്ടും വേഗതയിൽ വ്യത്യാസം വരുമ്പോൾ നദി എന്ത് ചെയ്യും? കറക്റ്റ് ഒരു തരംഗ രൂപത്തിലായിരിക്കും ഇങ്ങനെ എന്ത് ചെയ്യുന്നത്? ഒഴുകുന്നത്. കണ്ടോ, ഇങ്ങനെ തരംഗ രൂപത്തിലായിരിക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ തരംഗ രൂപത്തിൽ ഒഴുകുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഈ വരുന്ന അരിക് ഭാഗങ്ങളുണ്ടല്ലോ, ഇങ്ങനെ നദി വളയുന്ന ഓരോ അരിക് ഭാഗങ്ങൾ, ഇവിടെ കൂടുതലായിട്ട് അപരദന പ്രക്രിയക്ക് വിധേയമാകും. ഇങ്ങനെ അപരദന പ്രക്രിയ ഈ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സിൽ ഇങ്ങനെ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവ എന്ത് ചെയ്യും? പയ്യെ പയ്യെ തമ്മിലൊന്നും ഒട്ടിച്ചേരും അല്ലേ? കണ്ടോ സുഹൃത്തുക്കളെ, ഈ ഒരു ഭാഗത്ത് വന്നിട്ട് തമ്മി ഇവരെന്ത് ചെയ്യും? കുറച്ചുനാൾ കഴിയുമ്പോൾ അപരദന പ്രക്രിയയിലൂടെ കൂടിച്ചേരും. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മിയാണ്ടറുകൾ എന്ന്. അപ്പൊ എന്താണ് മിയാണ്ടറുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നദികളുടെ ഒഴുക്കിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ മൂലം നദികൾ എന്ത് ചെയ്യുന്നു? തരംഗ രൂപത്തിൽ ഒഴുകുന്നു. ഇവയെ വിളിക്കുന്ന പേരാണ് മിയാണ്ടറുകൾ എന്ന്. അടുത്തതാണ് ഓക്സ്ബോ തടാകങ്ങൾ. എന്താണ് ഓക്സ്ബോ തടാകങ്ങൾ എന്ന്? ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഓക്സ്ബോ തടാകങ്ങൾ നദിയിൽ രൂപപ്പെടുന്ന മിയാണ്ടറുകൾ കാലക്രമേണ നദിയിൽ നിന്നും വിട്ടുമാറി തടാക രൂപത്തിലേക്ക് മാറ്റപ്പെടുന്നു. ഇത്തരം തടാകങ്ങളാണ് ഓക്സ്ബോ തടാകം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഓക്സ്ബോ തടാകങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താ ഓക്സ്ബോ തടാകം? നദിയിൽ രൂപപ്പെടുന്ന മിയാണ്ടറുകൾ കാലക്രമേണ നദിയിൽ നിന്നും വിട്ടുമാറി തടാക രൂപത്തിലേക്ക്
മാറ്റപ്പെടുന്നു. ഇത്തരം തടാകങ്ങളാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഓക്സ്ബോ തടാകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഈ നാലാമത്തെ ഡി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ശ്രദ്ധിക്കുക. ഒന്നുമില്ല, നദി വളഞ്ഞു പുളഞ്ഞു ഒഴുകി എന്ത് ചെയ്തു? ഈ വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന ഭാഗത്തുള്ള ഈ അരികുകൾ ഞാൻ പറഞ്ഞതുപോലെ അപരദന പ്രക്രിയക്ക് ഇങ്ങനെ വിധേയമായി അവസാനം എന്താ സംഭവിക്കുന്നത്? ഈ നദിയിൽ നിന്നും ജലം നേരെ ഇങ്ങനെ കറങ്ങി പോവാതെ എന്ത് ചെയ്യും? ഡയറക്റ്റ് നദി എന്ത് ചെയ്യും? നേരെ അങ്ങ് ഒഴുകാൻ തുടങ്ങും. കാരണം എന്താ? ഈ ഒരു ഭാഗത്തുണ്ടായിരുന്ന ആ ഗ്യാപ്പ് എന്ത് ചെയ്തു? അപരദന പ്രക്രിയയിലൂടെ കുറഞ്ഞു ചെറുതായിട്ട് വന്നു. സ്വാഭാവികമായിട്ട് നദി നേരെ ഒഴുകുമ്പോൾ ഇത്രയും നാൾ നദി ഇങ്ങനെ വളഞ്ഞൊഴുകിയ ഭാഗം എന്ത് ചെയ്യും? ഒരു തടാക രൂപത്തിൽ എന്ത് ചെയ്യും? മാറ്റപ്പെടും. ഇത്തരം തടാകങ്ങളെ വിളിക്കുന്ന പേരാണ് ഓക്സ്ബോ തടാകങ്ങൾ എന്ന്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഓക്സ്ബോ തടാകമുണ്ട്, അതറിയാവുന്ന സുഹൃത്തുക്കള് ഒന്ന് കമന്റ് ചെയ്യുക. മൂന്നാമതായി നമുക്ക് പഠിക്കേണ്ടതാണ് പിണഞ്ഞൊഴുകുന്ന ചാലുകൾ. എന്താണ് പിണഞ്ഞൊഴുകുന്ന ചാലുകൾ? നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന വലിപ്പം കൂടിയ ശിലാകണികകൾ നദിയുടെ മധ്യഭാഗത്തായി വരമ്പ് പോലെ നിക്ഷേപിക്കപ്പെടുന്നു. ഇതിന്റെ ഫലമായി നദി കെട്ടുപിണഞ്ഞു ചാലുകളായി ഒഴുകുന്നു. ഇവയാണ് പിണഞ്ഞൊഴുകുന്ന ചാലുകൾ എന്നറിയപ്പെടുന്ന. ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ. കണ്ടോ, ഇവിടെ നദി ഇങ്ങനെ ഒഴുകി വരുന്ന സമയത്ത് കട്ടി കൂടിയ അവസാദങ്ങൾ എന്ത് ചെയ്തു? നദി ഒഴുകുന്നതിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? അങ്ങ് നിക്ഷേപിക്കും. ഇങ്ങനെ നിക്ഷേപിക്കുന്നതിന്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു വരമ്പ് രൂപപ്പെടുകയും നേരെ ഒഴുകിക്കൊണ്ടിരുന്ന നദി എന്ത് ചെയ്യും? അവിടെ എത്തുമ്പോൾ ആ വരമ്പിൽ തട്ടാതെ വളഞ്ഞു പുളഞ്ഞു ഒഴുകാനും ശ്രമിക്കും. ഇങ്ങനെയാണ് പിണഞ്ഞൊഴുകുന്ന ചാലുകൾ ഉണ്ടാവുന്ന. ചിത്രം ശ്രദ്ധിച്ചാൽ മതി, സുഹൃത്തുക്കൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്താ പിണഞ്ഞൊഴുകുന്ന ചാലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന വലിപ്പം കൂടിയ ശിലാകണികകള് നദിയുടെ മധ്യഭാഗത്തായി വരമ്പ് പോലെ നിക്ഷേപിക്കപ്പെടുന്നു. ഇതിന്റെ ഫലമായി നദി കെട്ടുപിണഞ്ഞ് ചാലുകളായി ഒഴുകുന്നു. ഇവയാണ് പിണഞ്ഞൊഴുകുന്ന ചാലുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓർക്കുക. മൂന്നാമതായി നമുക്ക് പഠിക്കേണ്ടതാണ് നദിയുടെ കീഴ്ഘട്ടത്തിൽ കാണപ്പെടുന്ന ഭൂരൂപങ്ങൾ. ഇമ്പോർട്ടന്റ് ആണ്, നദിയുടെ കീഴ്ഘട്ടത്തിൽ കാണപ്പെടുന്ന ഭൂരൂപങ്ങൾ. ഒന്നാമതായിട്ട് പഠിക്കുവാനുള്ളതാണ് പ്രളയ സമതലങ്ങൾ. എന്താ പ്രളയ സമതലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നദി വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഭാരത്തിനനുസരിച്ച് നദീതീരത്ത് വരമ്പുകളായി നിക്ഷേപിക്കപ്പെടുന്നു. എന്നാൽ പ്രളയ സമയത്ത് ശക്തമായ ഒഴുക്കിനാൽ ഈ നിക്ഷേപങ്ങൾ ഒഴുകിപ്പരക്കുന്നു. ഇങ്ങനെ രൂപപ്പെടുന്നവയാണ് പ്രളയ സമതലങ്ങൾ എന്നറിയപ്പെടുന്നത്. ഒന്നുമില്ല സുഹൃത്തുക്കളെ, ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു നദി എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ആ നദി സ്വാഭാവികമായിട്ടും അതിന്റെ നിക്ഷേപങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? നദിയുടെ ഇരു കരകളിലും കണ്ടോ ഇങ്ങനെ നിക്ഷേപിച്ചിട്ടിട്ടുണ്ട്. ഇങ്ങനെ വർഷങ്ങളോളം നിക്ഷേപിച്ചിട്ടേക്കുന്ന ഈ നിക്ഷേപങ്ങള് പെട്ടെന്ന് ഒരു സമയത്ത് പ്രളയം വരുമ്പോൾ എന്ത് പറ്റും? ഈ ജലത്തിനോടൊപ്പം ചേർന്നിട്ട് ഈ സൈഡ് ഭാഗത്തേക്ക്, ഈ വശഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യും? കൃത്യമായിട്ട് നിക്ഷേപിക്കും. അല്ലെങ്കിൽ കൃത്യമായിട്ട് ആ പ്രളയത്തിലെ ജലവുമായിട്ട് ചേർന്ന് ഒഴുകിപ്പരുന്ന ഇരുവശത്തേക്കും മാറ്റപ്പെടും. ഇങ്ങനെയാണ് എന്ത് രൂപപ്പെടുന്നത്? പ്രളയ സമതലങ്ങള് രൂപപ്പെടുന്നത്. വളരെ ഈസിയാണ്, ഒന്നുമില്ല. ഒരു നദി ഒഴുകി വരുന്നെന്ന് കരുതുക. ആ നദി ഒഴുകി വരുന്ന വഴിക്ക് അതിന്റെ ഇരു കരകളിലേക്കും അതിന്റെ നിക്ഷേപങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് ഒരു വരമ്പ് പോലെ ഇങ്ങനെ വന്നു പൊക്കോണ്ടിരിക്കുകയാണെന്ന് കരുതുക. ആ സമയത്ത് പെട്ടെന്ന് ഒരുപാട് ജലം ആ നദി വരുന്നു. അതിനെയാണ് നമ്മൾ പ്രളയം എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രളയം ഉണ്ടാകുന്ന സമയത്ത് ഈ വരമ്പുകളിൽ ഉണ്ടായിരുന്ന മുഴുവൻ നിക്ഷേപത്തിന് എന്ത് ചെയ്യും? നദി നേരെ അതിന്റെ ഇരുവശങ്ങളിലേക്കും ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യും? നിക്ഷേപിച്ചിട്ട് അങ്ങ് കടന്നു പോകും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രളയ സമതലങ്ങൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. പ്രധാനമായിട്ടും പ്രളയ സമതലങ്ങളിൽ എക്കലിന്റെ നിക്ഷേപം വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പ്രളയ സമതലങ്ങൾ ഉണ്ടാവുന്നത് എപ്പോഴും എവിടെയാ? നദിയുടെ കീഴ്ഘട്ടത്തിലായിരിക്കും. അടുത്തതാണ് നദീതട്ടുകൾ. എന്താണ് നദീതട്ടുകൾ? നദികൾ അവയുടെ പ്രളയ സമതലങ്ങളിൽ നടത്തുന്ന ലംബതല അപരദനത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് നദീതട്ടുകൾ. കണ്ടോ ഇരിക്കുന്ന സുഹൃത്തുക്കളെ, ഇതിനെയാണ് നദീതട്ടുകൾ എന്നറിയപ്പെടുന്നത് കേട്ടോ. അതായത് നദികൾ അവയുടെ പ്രളയ സമതലത്തിൽ നടത്തുന്ന ലംബതല അപരദനങ്ങളുടെ ഉൽപ്പന്നങ്ങളാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? നദീതട്ടുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ടൊന്ന് ഓർക്കുക. അടുത്തതാണ് എക്കൽ വിശറികൾ. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ, നദിയുടെ ഏത് ഘട്ടത്തിലാണ് എക്കൽ വിശറികൾ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ നദിയുടെ കീഴ്ഘട്ടത്തിലാണ് എക്കൽ വിശറികൾ ഉണ്ടാകുന്നത്. ചരിവുള്ള പ്രദേശത്ത് നിന്നും നദി വേഗത്തിൽ മലയടിവാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വലിപ്പം കൂടിയ അവസാദങ്ങൾ വിസ്തൃതമായി കോണാകൃതിയിൽ നിക്ഷേപിക്കുന്നു. ഇവയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? എക്കൽ വിശറികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന. സുഹൃത്തുക്കൾ ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക. കണ്ടോ, ഇതിനെയാണ് എക്കൽ വിശറി എന്ന പേരിൽ അറിയപ്പെടുന്നത്. കണ്ടോ, ഒരു വിശറിയുടെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു കോണ് രൂപത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ എക്കലിനെ നിക്ഷേപിച്ചിരിക്കുന്ന നദി. അപ്പോൾ ഇതിനെയാണ് എക്കൽ വിശറി എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. എക്കൽ വിശറിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ചരിവുള്ള പ്രദേശത്ത് നിന്നും നദി വേഗത്തിൽ മലയടിവാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വലിപ്പം കൂടിയ അവസാദങ്ങൾ വിസ്തൃതമായി കോണാകൃതിയിൽ നിക്ഷേപിക്കുന്നു. ഇവയാണ് എക്കൽ വിശറികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തതായി നദിയുടെ കീഴ്ഘട്ടത്തിൽ ഉണ്ടാകുന്ന രണ്ടു പ്രധാനപ്പെട്ട ഭൂരൂപങ്ങളാണ്. ഒന്ന് ഡെൽറ്റയും മറ്റൊന്ന്
കാനോൺസും. ഓർക്കലെ, കാന്യോൺ അല്ലെങ്കിൽ കാനോൺസ് എന്ന് പറയും. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ഡെൽറ്റകൾ. നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ കടലിലെത്തുന്നതിന് മുമ്പ് കരയോട് ചേർന്ന് പാളികളായി നിക്ഷേപിക്കപ്പെടുന്നു. ഇവയെ വിളിക്കുന്ന പേരാണ് ഡെൽറ്റകൾ എന്ന്. സുഹൃത്തുക്കൾ ചിത്രത്തിലെ ശ്രദ്ധിച്ചേ, ഒരു നദി ഇങ്ങനെ ഒഴുകി വരുന്നു. ആ നദിയുടെ അവസാദങ്ങൾ മുഴുവൻ അവൻ എവിടെ കളയണമായിരുന്നു? നമ്മുടെ കടലിലേക്ക് കളയണമായിരുന്നു. എന്നാൽ കടലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നദി എന്ത് ചെയ്തു? കരയോട് ചേർന്നിട്ടുള്ള പ്രാന്തപ്രദേശങ്ങളിൽ എന്ത് ചെയ്തു? നേരെ ഈ വന്നിരിക്കുന്ന അവസാദങ്ങൾ മുഴുവൻ എന്ത് ചെയ്തു? അല്ലെങ്കിൽ വഹിച്ചു കൊണ്ടുവന്ന അവസാദങ്ങൾ മുഴുവൻ നിക്ഷേപിക്കുന്നു. ഇങ്ങനെ രൂപപ്പെടുന്നവയാണ് ആരെന്ന് പറയുന്നത്? ഡെൽറ്റകള്. ഡെൽറ്റകൾ ഇങ്ങനെ പാളികളായിട്ട് എന്ത് ചെയ്യും? രൂപപ്പെട്ട് കാണപ്പെടും. ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. ഒന്നുകൂടി പറയാം, ഡെൽറ്റകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താ ഡെൽറ്റകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ കടലിൽ എത്തുന്നതിന് മുമ്പ് കരയോട് ചേർന്ന് പാളികളായി നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്ന ഭൂരൂപങ്ങൾ അറിയപ്പെടുന്ന പേരെന്താ? ഡെൽറ്റകൾ എന്ന്. അടുത്തതാണ് കാന്യോൺസ്. എന്താണ് കാന്യോണ്? കുത്തനെ പടവുകൾ പോലുള്ള വശങ്ങളോട് കൂടിയതും ഗിരികന്ധരങ്ങളോളം ആഴമുള്ളതുമായ താഴ്വരകളെ ബൃഹത് ഗിരികന്ധരങ്ങൾ അല്ലെങ്കിൽ കാനിയോൺസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്താ കാനിയോൺസ് എന്ന് പറഞ്ഞാല്? കുത്തനെ പടവുകൾ പോലുള്ള വശങ്ങളോട് കൂടിയതും ഗിരികന്ധരങ്ങളോളം ആഴമുള്ളതുമായ താഴ്വരകളെ ബൃഹത് ഗിരികന്ധരങ്ങൾ അഥവാ കാനിയോൺസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. കണ്ടോ സുഹൃത്തുക്കളെ, ഇങ്ങനെ പടവ് 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 കണക്ക് നേരെ എന്ത് ചെയ്യും? നദിയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രീതിയിലായിരിക്കും അതിന്റെ ചുറ്റുമുള്ള പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഗിരികന്ധരങ്ങൾ കാണപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ ഗിരികന്ധരങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണ് കാന്യോൺസ് എന്ന്. കേട്ടോ, എന്താണ് കാന്യോൺസ് എന്ന്? ഇതോടെ സുഹൃത്തുക്കളൊന്ന് ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് ഒന്ന് പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. നദിയുടെ ഉപരിഘട്ടത്തിൽ കാണപ്പെടുന്ന പ്രധാന ഭൂരൂപങ്ങൾ ചോദിച്ചാൽ, ഒന്ന് താഴ്വരകള്, ഒന്ന് വെള്ളച്ചാട്ടങ്ങള്. ഇനി വെള്ളച്ചാട്ടത്തിനുള്ളിൽ ആരൊക്കെയുണ്ട്? ഒന്ന് പ്ലഞ്ച് പൂൾ ഉണ്ട്, മറ്റൊന്നെന്താണ്? ഉൾക്കുഴിയുണ്ട്, ഒന്ന് ഉരക്കുഴിയുണ്ട്. ഓക്കെ ആണേ? അപ്പൊ നദിയുടെ ഉപരിഘട്ടത്തിൽ കാണപ്പെടുന്ന ഭൂരൂപങ്ങൾ ഒന്നുകൂടി പറയാം. താഴ്വരകൾ, വെള്ളച്ചാട്ടങ്ങൾ, വെള്ളച്ചാട്ടത്തിനുള്ളില് പ്ലഞ്ച് പൂൾ ഉണ്ട്, ഉൾക്കുഴികളുണ്ട്, ഉരക്കുഴികളുണ്ട്. സെറ്റായി. ഇനി നദിയുടെ മധ്യഘട്ടത്തിൽ കാണപ്പെടുന്ന ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ്? മിയാൻഡറുകൾ, ഓക്സ്ബോ തടാകങ്ങൾ, പിണഞ്ഞൊഴുകുന്ന ചാലുകൾ. ഓക്കെയാണേ? നദിയുടെ മധ്യഘട്ടത്തിൽ കാണപ്പെടുന്ന ഭൂരൂപങ്ങൾ എന്തൊക്കെയാ? മിയാൻഡറുകള്, ഓക്സ്ബോ തടാകങ്ങള്, പിണഞ്ഞൊഴുകുന്ന ചാലുകള്. നദിയുടെ കീഴ്ഘട്ടത്തിൽ കാണപ്പെടുന്ന ഭൂരൂപങ്ങൾ എന്തൊക്കെയാ? പ്രളയ സമതലങ്ങള്, നദീതട്ടുകള്, എക്കൽ വിശറികള്, ഡെൽറ്റകളും കാനിയോൺസും. ഓക്കെ, സെറ്റാണേ? നദിയുടെ കീഴ്ഘട്ടത്തിൽ കാണപ്പെടുന്ന ഭൂരൂപങ്ങൾ ഏതൊക്കെയാ? പ്രളയ സമതലങ്ങൾ, നദീതട്ടുകൾ, എക്കൽ വിശറികൾ, അതുപോലെ തന്നെ കാനിയോൺസും ഡെൽറ്റകളും ഓർത്തു വെക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ഭൂഗർഭജല ഭൂരൂപങ്ങൾ. എന്താണ് ഭൂഗർഭജല ഭൂരൂപങ്ങൾ? ഭൂഗർഭജല ഭൂരൂപങ്ങൾ കൂടുതലായും കാണപ്പെടുന്നത് ചുണ്ണാമ്പു ശിലകളിലാണ്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തോളണേ. ഭൂഗർഭജല ഭൂരൂപങ്ങൾ കൂടുതലായും കാണപ്പെടുന്നത് എന്തിലാ? ചുണ്ണാമ്പു ശിലകളിലാണ്. കാരണം എന്ന് വെച്ചാൽ ചുണ്ണാമ്പു ശിലകൾക്ക് കാഠിന്യം കുറവായതുകൊണ്ട് തന്നെയാണ് കൂടുതലായിട്ടും ഈ ഭൂഗർഭജല ഭൂരൂപങ്ങൾ എവിടെ ഉണ്ടാകുന്നത്? ചുണ്ണാമ്പു ശിലകളിൽ ഉണ്ടാകുന്നത്. ആദ്യമായി പഠിക്കേണ്ടതാണ് സിങ്ക് ഹോളുകൾ. എന്താണ് സിങ്ക് ഹോളുകൾ? മുകൾ ഭാഗം ഏറെക്കുറെ വൃത്താകൃതിയിലും താഴേക്ക് ചോർപ്പിന്റെ ആകൃതിയിലുമുള്ള കുഴിഞ്ഞ പ്രദേശമാണ് സിങ്ക് ഹോളുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചോർപ്പ് എന്ന് പറഞ്ഞ സുഹൃത്തുക്കൾക്ക് അറിയാലോ, ഏകദേശം ഈ ഒരു ഷേപ്പിലിരിക്കും. ഇതിനെയാണ് നമ്മൾ ചോർപ്പ് എന്ന് പറയുന്നത്. അപ്പോ മുകൾ ഭാഗം ഏറെക്കുറെ വൃത്താകൃതിയും താഴേക്ക് ചോർപ്പിന്റെ ആകൃതിയുമുള്ള കുഴിഞ്ഞ പ്രദേശമാണ് എന്താ? സിങ്ക് ഹോളുകൾ എന്നറിയപ്പെടുന്നത്. കണ്ടോ സുഹൃത്തുക്കളെ, ഇതിനെയാണ് സിങ്ക് ഹോളുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തതായി നോക്കുവാനുള്ളതാണ് ഡോളൈൻ. എന്താണ് ഡോളൈൻ എന്ന? സിങ്ക് ഹോളുകൾ തകരുന്നതിന്റെ ഫലമായി മണ്ണ് അടിഞ്ഞുകൂടി ആഴം കുറഞ്ഞ കുളങ്ങൾ പോലെ നിലകൊള്ളുന്നു. ഇവയാണ് ഡോളൈൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഡോളൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും ഈ സിങ്ക് ഹോളിന് എന്ത് സംഭവിക്കും? ഈ സിങ്ക് ഹോളങ്ങ് തകർന്നു പോകും. കാര്യം എന്താ? മുകൾ ഭാഗം ഇങ്ങനെ വിസ്തൃതമായിരിക്കുന്നു, താഴ്ഭാഗം എന്താണ്? ഒരു ചോർപ്പിന്റെ ആകൃതിയിൽ അല്ലെങ്കിൽ ഒരു കോണിന്റെ ആകൃതി ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യും? തകർന്നു പോകും. ഇങ്ങനെ തകർന്നു പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന മണ്ണും അതുപോലെ ജലവും കൂടെ കൂടിച്ചേർന്നിട്ട് എന്ത് ചെയ്യും? ആഴം കുറഞ്ഞ കുളം പോലെ നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ കിടക്കും. പക്ഷെ ചവിട്ടി കഴിഞ്ഞാൽ ആള് താന്നു പോകും കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നവും കൂടെ ഈ ഡോളൈൻ ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുഴികളെ വിളിക്കുന്ന പേരെന്താ? ഡോളൈൻ എന്ന്. അപ്പോൾ ഡോളൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സിങ്ക് ഹോളുകൾ തകർന്ന് രൂപപ്പെടുന്ന ഭൂരൂപങ്ങൾ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഡോളൈൻ എന്ന്. അടുത്തതാണ് ലാപ്പീസ്. എന്താണ് ലാപ്പീസ്?
സിങ്ക് ഹോളുകളും ഡൊളൈൻ നിറഞ്ഞ പ്രദേശത്ത് ബാക്കിയാകുന്ന ഉയർന്നു നിൽക്കുന്ന ഒറ്റപ്പെട്ട വരമ്പുകൾ കാണപ്പെടുന്നു. ഇവയാണ് ലാപ്പീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കണ്ടോ സുഹൃത്തുക്കളെ, ഇതിനെയാണ് ലാപ്പീസ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ് ലാപ്പീസ് എന്ന് അറിയപ്പെടുന്നത്. ഒന്നുമില്ല, ഈ കുറെ സിങ്ക് ഹോളുകൾ വരുന്നു. ആ സിങ്ക് ഹോളുകൾ തകർന്ന് നമ്മൾ എന്തുണ്ടാവുന്നത് പറയുന്നു? ഡൊളൈൻ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. ഈ ഡൊളൈനും സിങ്ക് ഹോളും ഇങ്ങനെ മാറി 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 ഇരിക്കുന്ന സമയത്ത് അതിനിടയ്ക്ക് എന്ത് ചെയ്യും? ചില ഭാഗങ്ങൾ ഇങ്ങനെ ഉയർന്ന് മുകളിലേക്ക് നിൽക്കും, യാതൊരു പ്രശ്നം ഉണ്ടാക്കാതെ. അവന്മാരെ വിളിക്കുന്ന പേരാണ് സത്യത്തിൽ എന്ത്? ലാപ്പീസ് എന്ന്. അപ്പൊ ലാപ്പീസ് ഓക്കെ ആയേ. അടുത്തതാണ് ചുണ്ണാമ്പു കൽപ്രതലങ്ങൾ. എന്താണ് ചുണ്ണാമ്പു കൽപ്രതലങ്ങൾ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലാപ്പീസ് കാലാന്തരത്തിൽ നിരപ്പായി തീർന്ന് രൂപപ്പെടുന്ന ഭൂരൂപമാണ് ചുണ്ണാമ്പു കൽപ്രതലങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ചുണ്ണാമ്പു കൽപ്രതലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ ലാപ്പീസുകൾ എന്ന് പറഞ്ഞ ഉയർന്ന ഭാഗങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങൾ കാലക്രമേണ എന്തായിട്ട് മാറും? നിരപ്പായതായി തീരും. ഇങ്ങനെ ഉണ്ടാകുന്ന ഭൂരൂപമാണ് ചുണ്ണാമ്പുകൽ പ്രതലങ്ങൾ എന്നറിയപ്പെടുന്നത്. എന്തെന്നാണ്? ചുണ്ണാമ്പുകൽ പ്രതലങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓർക്കുക. അടുത്തതായി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ് സ്റ്റാലക്കൈറ്റുകൾ. പഠിക്കാതെ പോവരുതേ, ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. സ്റ്റാലക്കൈറ്റുകൾ എന്താ സുഹൃത്തുക്കളെ? സ്റ്റാലക്കൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുണ്ണാമ്പ് ശിലകളിലൂടെ താഴേക്ക് ഊർന്നു വീഴുന്ന ഭൂഗർഭജലം ചുണ്ണാമ്പ് ശിലകളുടെ അപരദനത്തിന് കാരണമാകുന്നു. തലകീഴായി തൂങ്ങിക്കിടക്കുന്ന സ്റ്റാലക്കൈറ്റുകൾ രൂപപ്പെടുകയും ചെയ്യുന്നു. ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഒന്നുകൂടി പറഞ്ഞിട്ട് വിശദീകരിക്കാം നമുക്ക്. എന്താണ് സ്റ്റാലക്കൈറ്റുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുണ്ണാമ്പ് ശിലകളിലൂടെ താഴേക്ക് ഊർന്നു വീഴുന്ന ഭൂഗർഭജലം ചുണ്ണാമ്പ് ശിലകളുടെ അപരദനത്തിന് കാരണമാവുകയും തലകീഴായി തൂങ്ങിക്കിടക്കുന്ന സ്റ്റാലക്കൈറ്റുകൾ രൂപപ്പെടുകയും ചെയ്യുന്നു. ഒന്നുമില്ല സുഹൃത്തുക്കളെ, കൂടുതലായിട്ട് നമ്മുടെ CO2 അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ് ആയിട്ടുള്ള ഭൂഗർഭജലം താഴേക്ക് പതിക്കുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. ഒന്ന് ഓർത്തു വെച്ചിരുന്നാൽ മതി. സുഹൃത്തുക്കൾ ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക. നമ്മുടെ ജലം എന്ത് ചെയ്യുന്നു? ഇങ്ങനെ താഴേക്ക് അരിച്ചൊഴുകി വരുവാണെന്ന് കരുതുക. സ്വാഭാവികമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ഉള്ള ജലമാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? നമ്മുടെ ഇവിടത്തെ ചുണ്ണാമ്പ് കല്ലുമായിട്ട് പ്രവർത്തിച്ചതിന് ശേഷം എന്ത് ചെയ്യും? പെട്ടെന്ന് ചുണ്ണാമ്പ് കല്ലിന്റെ അപരദനത്തിന് അത് കാരണമാവുകയും ഈ ജലത്തിനോടൊപ്പം എന്ത് ചെയ്യും? ചുണ്ണാമ്പ് താഴേക്ക് എന്ത് ചെയ്യും? ചുണ്ണാമ്പ് ശിലകൾ ഇങ്ങനെ ഒഴുകി ഒഴുകി വരാൻ ശ്രമിക്കും. അവസാനം ഇതെന്ത് ചെയ്യും? താഴേക്ക് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? കട്ടികൂടി 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 മുകളിൽ നിന്നും താഴേക്ക് ഒരു ശിലാരൂപത്തിൽ എന്ത് ചെയ്യും? വരും. ഇതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാലക്കൈറ്റ് എന്ന്. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചാൽ മതി. കണ്ടോ, ഈ ചിത്രത്തിൽ കണ്ടോ? രണ്ടാം ചിത്രത്തിൽ ഇങ്ങനെ താഴേക്ക് വരുന്ന കണ്ടോ? ഇവന്മാരെ വിളിക്കുന്ന പേരാണ് സ്റ്റാലക്കൈറ്റുകൾ എന്ന്. കണ്ടോ, ഇങ്ങനെ മൂർച്ചയായിട്ട് കുത്തി താഴേക്ക് വരുന്നത്? ഇവന്മാരെ വിളിക്കുന്ന പേരാണ് സ്റ്റാലക്കൈറ്റുകൾ എന്ന്. ഓർക്കുക. ഇനി എന്താണ് സ്റ്റാലഗ്മൈറ്റുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റാലഗ്മൈറ്റുകൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുഹയുടെ അടിത്തറയിലേക്ക് ഇറ്റിറ്റു വീഴുന്ന ഭൂഗർഭജലം അടിത്തറയിൽ നിന്നും ഗുഹയുടെ മുകൾ ഭാഗത്തേക്ക് ഭൂരൂപങ്ങൾ ഉണ്ടാക്കുന്നു. ഇവയാണ് സ്റ്റാലഗ്മൈറ്റുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ എന്താ സ്റ്റാലഗ്മൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല സുഹൃത്തുക്കളെ, നേരത്തെ നമ്മൾ പറഞ്ഞ് മുകളിൽ നിന്ന് താഴേക്ക് ജലം ഊർന്നു വീഴുന്ന സമയത്ത് മുകളിൽ നിന്നും താഴേക്ക് എന്ത് ചെയ്യും? ഒരു ഭൂരൂപം ഇങ്ങനെ വരും. എന്തിന്റെയാണ്? ചുണ്ണാമ്പ് ശിലയുടെ ഒരു ഭൂരൂപം ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കി വരുമെന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ നടക്കുന്നത്. ജലം എന്ത് ചെയ്യുന്നു? നേരെ നമ്മുടെ പ്രതലത്തിലുള്ള ചുണ്ണാമ്പ് ശിലയിൽ പതിക്കുകയാണെന്ന് കരുതുക. സ്വാഭാവികമായിട്ടും വർഷങ്ങൾ കൊണ്ട് നടക്കുന്ന പ്രോസസ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഒരുപാട് നാളെടുത്ത് നടക്കുന്ന പ്രോസസ് ആണ്. ഇങ്ങനെ ജലം ഇറ്റിറ്റ് വീണ് വീണ് എന്താ സംഭവിക്കുന്നത്? അവിടെ അപരദന പ്രക്രിയ സംഭവിക്കുകയും ഇങ്ങനെ മുകൾ ഭാഗത്തേക്ക് എന്ത് ചെയ്യും? നമ്മുടെ ചുണ്ണാമ്പ് ശിലകൾ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നതും കാണാം. ഇങ്ങനെ ചുണ്ണാമ്പ് ശിലകൾ പ്രതലത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ അടിത്തറയിൽ നിന്നും മുകളിലേക്ക് ഉയർന്നു പോകുന്നതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാലഗ്മൈറ്റുകൾ എന്ന്. എന്താണ് സ്റ്റാലഗ്മൈറ്റുകൾ എന്ന്? അപ്പൊ മറ്റേതെന്താ? സ്റ്റാലക്കൈറ്റ് എന്ന് വെച്ചാൽ മുകൾ റൂഫിൽ നിന്ന് താഴെ തറയിലോട്ട് വരും. ഇനി നേരെ തിരിച്ച് സ്റ്റാലഗ്മൈറ്റുകൾ ആണെങ്കിൽ എന്ത് ചെയ്യും? തറയിൽ നിന്ന് നേരെ റൂഫിലോട്ട് പൊങ്ങുകയും ചെയ്യും. സുഹൃത്തുക്കളെന്ന് ഓർത്തു വെക്കുക. അടുത്തതാണ് സ്തംഭങ്ങൾ. എന്താ സുഹൃത്തുക്കളെ സ്തംഭങ്ങൾ അല്ലെങ്കിൽ പില്ലേഴ്സ് എന്ന് പറഞ്ഞാല് സ്റ്റാലക്കൈറ്റുകളും സ്റ്റാലഗ്മൈറ്റുകളും കൂടിച്ചേർന്ന് രൂപപ്പെടുന്ന ഭൂരൂപങ്ങളാണ് സ്തംഭങ്ങൾ. കണ്ടോ സുഹൃത്തുക്കളെ, ഇതിനെയാണ് സ്തംഭങ്ങൾ അഥവാ പില്ലേഴ്സ് എന്നറിയപ്പെടുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് മുകളിൽ നിന്ന് താഴേക്ക് എന്ത് ചെയ്യുന്നു? സ്റ്റാലക്കൈറ്റ് വരുന്നു. താഴെ നിന്ന് മുകളിലോട്ട് ആര് പോകുന്നു? സ്റ്റാലഗ്മൈറ്റ് എന്ത് ചെയ്യുന്നു? മുകളിലോട്ട് കയറി പോകുന്നു. ഒരു പോയിന്റിൽ വെച്ച് ഇവർ രണ്ടുപേരും തമ്മിൽ കൂട്ടിമുട്ടും അല്ലേ? ഒരു പോയിന്റ് വെച്ച് ഇവർ തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് കൂടിച്ചേരും. ഇങ്ങനെ കൂടിച്ചേരുമ്പോൾ അത് എന്തായിട്ട് മാറും? നമുക്ക് കാണുമ്പോൾ ഒരു പില്ലർ ഉണ്ടാക്കി വെച്ചേക്കുന്ന പോലെ തോന്നും. അതിനെയാണ് നമ്മൾ പില്ലേഴ്സ് അഥവാ സ്തംഭങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓർക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഇന്ത്യയും അതിർത്തിയും. ഇന്ത്യയും നമ്മുടെ ഇന്ത്യയുടെ അതിർത്തിയും. ഇന്ത്യയുടെ അതിർത്തി രേഖകൾ. ഇന്ത്യയുടെയും പാകിസ്ഥാനും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖ ഏതാണ്?
റാഡ്ക്ലിഫ് രേഖയാണ്. ഇന്ത്യയെയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന രേഖയാണ് മക്മോഹൻ രേഖ. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. ഇന്ത്യയെയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന രേഖ ഏതാണ്? മക്മോഹൻ രേഖയാണ്. ഇന്ത്യയെയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്നത് പാക് കടലിടുക്ക്, അല്ലെന്നുണ്ടെങ്കിൽ PSC ഉത്തരം കൊടുത്തിട്ടുണ്ട് ഗൾഫ് ഓഫ് മാന്നാർ. രണ്ടും പഠിച്ചോളനെ. ഇന്ത്യയെയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ്? ഒന്നുകിൽ നമുക്ക് പറയാം പാക് കടലിടുക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് പറയാം ഗൾഫ് ഓഫ് മാന്നാർ എന്ന്. രണ്ടിനും PSC ഉത്തരം നൽകിയിരിക്കുന്നു. ഇന്ത്യയെയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തിയാണ് 8 ഡിഗ്രി ചാനല്. ഇന്ത്യയെയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി ഏതാ? 8 ഡിഗ്രി ചാനലാണ്. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന ലൈനാണ് ഡുറാൻഡ് ലൈന്, ഡുറാൻഡ് രേഖ. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖ ഏതാണ്? ഡുറാൻഡ് രേഖയാണ്. ഈ ഭാഗത്ത് നിങ്ങൾക്ക് 1 മാർക്ക് പ്രതീക്ഷിക്കാം, ഉറപ്പായിട്ടും ചോദിക്കും. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യയുടെ അതിർത്തി രേഖകൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ റാഡ്ക്ലിഫ് രേഖയാണ്. ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന രേഖ മക്മോഹൻ രേഖയാണ്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന രേഖ പാക് കടലിടുക്ക്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഗൾഫ് ഓഫ് മാന്നാർ എന്ന്. ഇന്ത്യയെയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖ ഏതാ? 8 ഡിഗ്രി ചാനലാണ്. പാകിസ്ഥാനെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും വേർതിരിക്കുന്ന രേഖയാണ് ഡ്യൂറാൻഡ് രേഖ. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും PSC സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത്രയും സുഹൃത്തുക്കള് ഓർത്തു വെക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളത് ഇന്ത്യയുടെ അയൽ രാജ്യവും അത് ഏതൊക്കെ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു, ആ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്, അതിൽ ഏറ്റവും കൂടുതൽ ആ രാജ്യം അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്, ഏറ്റവും കുറവ് ആ രാജ്യം അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്. ഇത്രയുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കൺഫ്യൂഷൻ ഒന്നുമില്ല. രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന ആ രാജ്യങ്ങള്, അവ എത്ര ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ടെന്ന് നമ്മൾ നോക്കുന്നു. ഏതൊക്കെയാണ് ആ സംസ്ഥാനങ്ങൾ നോക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ആ രാജ്യവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്, ഏറ്റവും കുറവ് ആ രാജ്യവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് സമയം കളയേണ്ട, നോക്കാം. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് നേപ്പാളാണ്. ആരാണ്? നേപ്പാളാണ്. നേപ്പാള് ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. ഈ നേപ്പാള് ഇന്ത്യയുടെ 5 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. ആ 5 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ സുഹൃത്തുക്കളെ? ഉത്തരാഖണ്ഡ്, സിക്കിം, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാള്. പക്ക പഠിച്ചിട്ട് പൊക്കോളാം. നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 5 ആണ്. ഏതൊക്കെയാണ് ആ സംസ്ഥാനങ്ങള്? ഉത്തരാഖണ്ഡ്, സിക്കിം, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാള്. നേപ്പാളുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ ആണ്. നേപ്പാളുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ബീഹാർ ആണ്. നേപ്പാളുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം സിക്കിമാണ്. നേപ്പാളുമായിട്ട് ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാ? അത് സിക്കിമാണ്. രണ്ടാമത്തെ സംസ്ഥാനമാണ് ബംഗ്ലാദേശ്. ഏതാണ്? ബംഗ്ലാദേശ്. ബംഗ്ലാദേശ് ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. ബംഗ്ലാദേശ് എന്ന രാജ്യം ഇന്ത്യയുടെ 5 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. ഏതൊക്കെയാ സംസ്ഥാനങ്ങള്? മിസോറാം, ത്രിപുര, ആസാം, മേഘാലയ, പശ്ചിമ ബംഗാള്. ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? മിസോറാം, ത്രിപുര, ആസാം, മേഘാലയ, പശ്ചിമ ബംഗാൾ എന്നിവയാണ്. ബംഗ്ലാദേശുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ ആണ്. ഈ ഭാഗത്ത് നിന്ന് മുഴുവൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് വ്യക്തമായിട്ട് പഠിക്കാൻ പറയുന്നത്. ബംഗ്ലാദേശുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? അത് പശ്ചിമ ബംഗാൾ അല്ലെങ്കിൽ ബംഗാൾ ആണ്. ബംഗ്ലാദേശുമായി ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ആസാമാണ്. ബംഗ്ലാദേശുമായി ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? അത് അസമാണ്. ഓർക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് പാകിസ്ഥാൻ. ഏതാണ്? പാകിസ്ഥാൻ. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 3 ആണ്. പഴയ ടെക്സ്റ്റ് ബുക്കിൽ 4 കിടക്കും, പുതിയ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പഠിച്ചോളണേ. പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 3 ആണ്. അവിടെ തീർന്നില്ല. 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. ഇപ്പോഴാണ് അവിടെ കംപ്ലീറ്റ് ആയത് പോയിന്റ്. അപ്പോ പാകിസ്ഥാനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പാകിസ്ഥാൻ എത്ര സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്? ഇന്ത്യയുടെ 3 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. അതിനോടൊപ്പം പഠിക്കണം 2 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാൻ, ഗുജറാത്ത്, പഞ്ചാബ്.
പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ രാജസ്ഥാൻ, ഗുജറാത്ത്, പഞ്ചാബ്. ഇനി പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ചോദിച്ചാലോ ഒന്ന് ജമ്മു കാശ്മീരും മറ്റൊന്ന് ലഡാക്കും. ഓക്കെയാണേ. പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരാണ്. ആരൊക്കെയാ? ജമ്മു കാശ്മീരും ലഡാക്കും. പാകിസ്ഥാനുമായി കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജസ്ഥാനാണ്. പലരും തെറ്റിക്കുന്ന പോയിന്റ് ആണ്. പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? രാജസ്ഥാനാണ്, അല്ലാതെ ഗുജറാത്ത് അല്ല കേട്ടോ. ശ്രദ്ധിച്ചു പഠിച്ചോളണം. പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? രാജസ്ഥാനാണ്. ഇനി കേന്ദ്രഭരണ പ്രദേശമാണ് ചോദിക്കുന്നതെങ്കിൽ ജമ്മു കാശ്മീർ ആണ്. അപ്പോ പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ ഏതാ? ജമ്മു കാശ്മീർ ആണ്. സംസ്ഥാനമാണെങ്കിൽ ആരാ? രാജസ്ഥാനുമാണ്. ഇനി പാകിസ്ഥാനുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ചോദിച്ചാലാണ് അത് ഗുജറാത്ത്. പാകിസ്ഥാനുമായി ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ആരാത്? അത് നമ്മുടെ ഗുജറാത്ത് ആണ്. ശ്രദ്ധിക്കുക. അതിനോടൊപ്പം പഠിക്കാനുള്ളത് പാകിസ്ഥാനുമായി ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടുന്ന യൂണിയൻ ടെറിട്ടറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലഡാക്ക് ആണ്. ഓർക്കുക. പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാ? ലഡാക്ക് ആണ്. ഓർത്ത് വെച്ച് പഠിക്കുക. ഈ ഭാഗത്ത് ഇപ്പൊ നമ്മൾ പഠിച്ചതിൽ തന്നെ ഏകദേശം 6ഓളം ക്വസ്റ്റ്യൻസ് PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വ്യക്തമായി പഠിക്കുക. അടുത്തതാണ് ചൈന. അടുത്ത രാജ്യം ഏതാണ്? ചൈനയാണ്. ചൈന ഇന്ത്യയുടെ 4 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. ചൈന ഇന്ത്യയുടെ 4 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. അതിനോടൊപ്പം ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലൂടെയും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ചൈനയുടെ അതിർത്തി പോകുന്നുണ്ട്. ശ്രദ്ധിച്ചോളണേ. ചൈനയുമായിട്ട് ഇന്ത്യയുടെ 4 സംസ്ഥാനങ്ങൾ അതിർത്തി പങ്കിടുകയും ഒരു കേന്ദ്രഭരണ പ്രദേശം അതിർത്തി പങ്കിടുകയും ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന 4 സംസ്ഥാനങ്ങള്? ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, സിക്കിം. പഠിച്ചോളണേ. ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, സിക്കിം എന്നിവയാണ്. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഏക കേന്ദ്രഭരണ പ്രദേശം എന്നറിയപ്പെടുന്നത് ലഡാക്ക് ആണ്. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഏക കേന്ദ്രഭരണ പ്രദേശം എന്ന് ചോദിച്ചാൽ അത് ലഡാക്ക് ആണ്. അല്ലാതെ അവിടെ ജമ്മു കാശ്മീർ ഒന്നും ഇല്ല കേട്ടോ. ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏക കേന്ദ്രഭരണ പ്രദേശം ഏതാ? ലഡാക്ക് ആണ്. ഏറ്റവും കൂടുതൽ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. അതും പലരും തെറ്റിക്കുന്ന പോയിന്റ് ആണ്. ഏറ്റവും കൂടുതൽ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? അരുണാചൽ പ്രദേശ് ആണ്. കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ ഒരൊറ്റ കേന്ദ്രഭരണ പ്രദേശമല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാം അത് ലഡാക്ക് ആണെന്ന്. അപ്പോൾ ചൈനയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? അരുണാചൽ പ്രദേശാണ്. ചൈനയുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം സിക്കിമാണ്. ചൈനയുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് സിക്കിമാണ്. ഓർക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ഭൂട്ടാൻ. ഏതാണ്? ഭൂട്ടാൻ. ഭൂട്ടാൻ ഇന്ത്യയുടെ 4 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. ഭൂട്ടാൻ ഇന്ത്യയുടെ 4 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. ഏതൊക്കെയാ സംസ്ഥാനങ്ങള്? സിക്കിം, പശ്ചിമ ബംഗാൾ, ആസാം, അരുണാചൽ പ്രദേശ്. ഭൂട്ടാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? സിക്കിം, പശ്ചിമ ബംഗാൾ, ആസാം, അരുണാചൽ പ്രദേശ് എന്നിവയാണ്. ഭൂട്ടാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം അസാമാണ്. ഓർത്തോളണേ. ഭൂട്ടാനുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ആസാമാണ്. ഭൂട്ടാനുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം സിക്കിമാണ്. ഭൂട്ടാനുമായിട്ട് ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സിക്കിമാണ്. ഓർക്കുക. അടുത്തതായി നമുക്ക് നോക്കുവാനുള്ളത് മ്യാൻമറിനെ പറ്റിയാണ്. ശ്രദ്ധിക്കുക. മ്യാൻമർ ഇന്ത്യയുടെ 4 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. മ്യാൻമർ ഇന്ത്യയുടെ 4 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. ഏതൊക്കെയാ സംസ്ഥാനങ്ങള്? അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂര്, മിസോറാം. അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂര്, മിസോറാം. ഇങ്ങനെ 4 സംസ്ഥാനങ്ങളുമായിട്ടാണ് മ്യാൻമർ ഇന്ത്യൻ അതിർത്തി പങ്കിടുന്നത്. ഓർക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ മ്യാൻമറുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. മ്യാൻമറുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? അരുണാചൽ പ്രദേശ് ആണ്. മ്യാൻമറുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ് ആണ്. മ്യാൻമറുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? നാഗാലാൻഡ് ആണ്. ഓർക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളത് ഇന്ത്യയുടെ അതിർത്തിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ആവർത്തന ചോദ്യങ്ങളാണ്. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ പോലും നമുക്ക് കളയാനില്ല. അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യയുടെ അതിർത്തിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ആവർത്തന ചോദ്യങ്ങൾ. ഇന്ത്യയുടെ അതിർത്തി 15,106.7 കിലോമീറ്റർ. ഇന്ത്യയുടെ അതിർത്തി എത്രയാണ്?
15,106.7 കിലോമീറ്റർ ആണ്. ഇതിൽ ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം ചോദിച്ചാൽ 7,516.6 കിലോമീറ്റർ. ഇത് പഴയ കണക്കാണ്, ഓർത്തു വെച്ചോളണം. പഴയ കണക്കാണ് ഈ പറഞ്ഞത്. പുതിയ കണക്ക് പ്രകാരം അത് 11,098 കിലോമീറ്ററുമാണ് കേട്ടോ. ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം ചോദിച്ചു കഴിഞ്ഞാൽ 7,516.6 കിലോമീറ്റർ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തും അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഗൈഡുകളിലും കാണപ്പെടുന്നത്. എന്നാൽ പുതിയ കണക്ക് ഇത് 2024 ഡിസംബറിലാണ് വന്നത്. ഈ കണക്ക് പ്രകാരം 11,098 കിലോമീറ്റർ ആണ്. ഇന്ത്യയുമായി കരയതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം 7 ആണ്. ഇന്ത്യയുമായി കരയതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാ? 7 ആണ്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ഭൂട്ടാൻ, മ്യാൻമർ, ബംഗ്ലാദേശ്, നേപ്പാൾ എന്നിവയാണ്. ഇന്ത്യയുമായി കരയതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാ സുഹൃത്തുക്കളെ? 7 ആണ്. ഏതൊക്കെയാ രാജ്യങ്ങൾ? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ഭൂട്ടാൻ, മ്യാൻമർ, ബംഗ്ലാദേശ്, നേപ്പാൾ എന്നിവയാണ്. ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം 7 ആണ്. ഇന്ത്യയുമായിട്ട് സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം ഏതാണ്? 7 ആണ്. ഇക്കഴിഞ്ഞ 10th ലെവൽ എക്സാമിന് ചോദിച്ചതേ ഉള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുമായി സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാ? 7 ആണ്. അല്ലാതെ 2 അല്ല. ഓർക്കുക. ഏതൊക്കെയാണത്? ശ്രീലങ്ക, മാലിദ്വീപ്, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, തായ്ലാന്റ്, മ്യാൻമർ, ബംഗ്ലാദേശ്. ഏതൊക്കെയാ ഇന്ത്യയുടെ സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ? ഏതൊക്കെയാണ്? ശ്രീലങ്ക, മാലിദ്വീപ്, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, തായ്ലാന്റ്, മ്യാൻമർ, ബംഗ്ലാദേശ് എന്നിങ്ങനെ 7 രാജ്യങ്ങളാണ്. ഓർക്കുക. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. അതായത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വടക്ക് ഭാഗം, അതായത് ഈ ഒരു മേഖലയിൽ ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ, വടക്കു പടിഞ്ഞാറൻ മേഖല അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഈ സൈഡിൽ ഇരിക്കുന്ന അഫ്ഗാനിസ്ഥാനും പിന്നെ ഇങ്ങനെ വരുന്ന പാകിസ്ഥാനുമാണ്. ഓർക്കുക. ഇന്ത്യയുടെ വടക്കൻ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. അതായത് നേരെ വടക്ക് ഭാഗം, നേരെ മുകളിലോട്ടുള്ള വടക്ക് ഭാഗത്ത് ഏതൊക്കെ രാജ്യങ്ങളുണ്ട്? ചൈന, നേപ്പാൾ, അതുപോലെ ഭൂട്ടാൻ എന്നീ 3 രാജ്യങ്ങളാണ് അതിർത്തി പങ്കിടുന്നത്. ഇനി ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തി, അതായത് ഈ മേഖല കേട്ടോ, ഈസ്റ്റേൺ ഭാഗം അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ മേഖലയിലുള്ള രാജ്യങ്ങൾ ചോദിച്ചാൽ ഒന്നിതാ ഇവിടെ കിടക്കുന്ന ബംഗ്ലാദേശും അതുപോലെ അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന മ്യാൻമറുമാണ്. ഓർക്കുക. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ആരൊക്കെയാ? ബംഗ്ലാദേശും മ്യാൻമറുമാണ്. 2018 ഇന്ത്യയുമായി ലാൻഡ് ബോർഡർ ക്രോസിംഗ് കരാറിൽ ഒപ്പുവെച്ച രാജ്യം മ്യാൻമർ ആണ്. പഠിച്ചോളനെ. 2018 ഇന്ത്യയുമായി ലാൻഡ് ബോർഡർ ക്രോസിംഗ് കരാർ ഒപ്പുവെച്ച രാജ്യം ഏതാണ്? മ്യാൻമർ ആണ്. ഇന്ത്യയുടെ തെക്കു ഭാഗത്ത് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അയൽ രാജ്യങ്ങൾ ശ്രീലങ്കയും മാലിദ്വീപും. ഓർത്ത് പഠിച്ചോളെ. ഇങ്ങനെ ശ്രീലങ്ക, ഇവിടെ ഇങ്ങനെ മാലിദ്വീപ്സ് കാണപ്പെടും. അപ്പോൾ ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് സമുദ്രാതിർത്തിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അയൽ രാജ്യങ്ങൾ ചോദിച്ചാൽ ഒരാൾ ആരാണ്? ശ്രീലങ്കയും മറ്റൊരാൾ ആരാണ്? മാലിദ്വീപ്സുമാണ്. അതുകൂടെ സുഹൃത്തുക്കളൊന്ന് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കൺഫ്യൂസിംഗ് ഫാക്ട്സ് ആണ്. അതായത് ഇന്ത്യയുടെ അതിർത്തിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ തെറ്റിക്കുന്ന പോയിന്റ്സ് ആണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഇന്ത്യയുമായി കരയതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാൽ അത് ഭൂട്ടാനാണ്. ഇന്ത്യയുമായിട്ട് കരയതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും കുഞ്ഞു രാജ്യം ആരാണ്? അത് ഭൂട്ടാനാണ്. ഇന്ത്യയുമായി കുറച്ച് കര അതിർത്തി പങ്കിടുന്ന രാജ്യം ചോദിച്ചാൽ അത് അഫ്ഗാനിസ്ഥാൻ, 106 കിലോമീറ്റർ. ക്വസ്റ്റ്യൻ വായിച്ച് വ്യത്യാസം മനസ്സിലാക്കിക്കൊള്ളണേ. ഇന്ത്യയുമായി കുറച്ച് കര അതിർത്തി പങ്കിടുന്ന രാജ്യം, അതായത് ഇന്ത്യയുമായിട്ട് ഒരു ചെറിയ ബോർഡറേ ഉള്ളൂ, അങ്ങനെയുള്ള രാജ്യം ഏതാണ്? അത് അഫ്ഗാനിസ്ഥാനാണ്. എത്രയാണ്? അത് 106 കിലോമീറ്റർ ആണ്. ഓക്കെ ആണ്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം എന്നറിയപ്പെടുന്നത് മാലിദ്വീപ് ആണ്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം എങ്ങനെയാ മാലിദ്വീപ് ആയത്? കാരണം എന്താ? ഇന്ത്യയുടെ അയൽ രാജ്യം എന്ന് പറയുമ്പോൾ നമ്മൾ സമുദ്ര അതിർത്തിയും കര അതിർത്തിയും മൊത്തവും എടുക്കും. അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ആരാ? മാലിദ്വീപ് ആണ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം എന്ന് പറയുന്നത്. അപ്പോ ഭൂട്ടാൻ ആരാ എന്നാൽ ഇന്ത്യയുടെ കര അതിർത്തിയിലുള്ള ഏറ്റവും ചെറിയ രാജ്യം ആരെന്ന് ചോദിച്ചാൽ അത് ഭൂട്ടാനും. മൊത്തത്തിലുള്ള ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ എടുത്തിട്ട് അതിൽ ഏറ്റവും ചെറുതായിരുന്നു ചോദിച്ചാൽ ആരാ? അത് മാലിദ്വീപുമാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചോദിച്ചാൽ അത് ചൈനയാണ്. ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചോദിച്ചാൽ ആരാണത്?
ചൈനയാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ് ആണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശ് ആണ്. അത് 4090 കിലോമീറ്ററുമാണ് കേട്ടോ. 4090 കിലോമീറ്റർ ഇന്ത്യ ബംഗ്ലാദേശുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. വ്യത്യാസം മനസ്സിലാക്കി പഠിച്ചോളണേ. ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം എന്ന് ചോദിച്ചാൽ അത് ചൈനയും. ഇനി ഇന്ത്യ ഏത് രാജ്യത്തോടാണ് ഏറ്റവും കൂടുതൽ കരയതിർത്തി പങ്കിടുന്നതെന്ന് ചോദിച്ചാൽ അത് ബംഗ്ലാദേശിനോടുമാണ്. അത് 4090 കിലോമീറ്ററുമാണ്. ഓർക്കുക, രാജ്യത്തിന്റെ 3 വശവും ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങള് നേപ്പാള്, ബംഗ്ലാദേശ്, ഭൂട്ടാൻ. ഇങ്ങ് പഠിച്ചു വെച്ചോളണേ. രാജ്യത്തിന്റെ 3 വശവും ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ആരൊക്കെയാ? നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ. അയൽ രാജ്യവുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 16. അയൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാ? 16 ആണ്. അയൽ രാജ്യങ്ങളുമായി കരയതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 2 ആണ്. അയൽ രാജ്യങ്ങളുമായി കരയതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. അയൽ രാജ്യങ്ങളുമായി സമുദ്രാതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപാണ്. ഓർത്തോളനെ, അയൽ രാജ്യങ്ങളുമായിട്ട് സമുദ്രാതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം എന്നറിയപ്പെടുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപാണ്. അവ ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടാ അതിർത്തി പങ്കിടുന്നത്? തായ്ലാന്റ്, ഇന്തോനേഷ്യ, മ്യാൻമർ. ശ്രദ്ധിച്ചോളനെ, അയൽ രാജ്യങ്ങളുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ അത് ആൻഡമാൻ നിക്കോബാർ ദ്വീപാണ്. അത് ഏത് രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നേ? തായ്ലാന്റ്, ഇന്തോനേഷ്യ, മ്യാൻമർ എന്നിവയാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. 8 സംസ്ഥാനങ്ങളും അതിനോടൊപ്പം ഡൽഹിയും കൂടെയുള്ള കേന്ദ്രഭരണ പ്രദേശവും കൂടെ വരും കേട്ടോ. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശ് എത്ര സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട്? 8 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഡൽഹി എന്നുള്ള കേന്ദ്രഭരണ പ്രദേശവുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ പശ്ചിമ ബംഗാളാണ്. കാരണം എന്താണ്? ഈ പശ്ചിമ ബംഗാളിന്റെ എൻഡ് ഭാഗത്താണ് ആരിയ്ക്കുന്നത്? ബംഗ്ലാദേശ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ബംഗ്ലാദേശിന്റെ ഭാഗം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളായിട്ട് മാറിയത്. ഏറ്റവും കുറവ് ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ് ആണ്. ഏറ്റവും കുറവ് ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ? നാഗാലാൻഡ് ആണ്. 3 വശവും ബംഗ്ലാദേശ് എന്ന രാജ്യത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ത്രിപുരയാണ്. ഇമ്പോർട്ടന്റ് ആണ്, തെറ്റിക്കും പലരും. 3 വശവും ബംഗ്ലാദേശ് രാജ്യത്തിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് ത്രിപുരയാണ്. ഓർക്കുക സുഹൃത്തുക്കളെ, ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു 2020 വരെ PSC ചോദിച്ചുകൊണ്ടിരിക്കുകയും അതിനുശേഷം പിന്നെ PSC ചോദിക്കാതാവുകയും ഇപ്പൊ PSC വീണ്ടും ചോദിച്ചു തുടങ്ങിയുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്ഥാപനങ്ങളും ആസ്ഥാനങ്ങളും കേട്ടോ. കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 14 ജില്ലയിലുള്ള സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനവും നമ്മൾ പഠിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എക്സാം ഓറിയന്റഡ് ആയിട്ട്. അതുകൊണ്ട് ഇത്രയെങ്കിലും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. അപ്പൊ നമുക്ക് നോക്കാം സ്ഥാപനങ്ങളും ആസ്ഥാനങ്ങളും. ആദ്യമായി നമുക്ക് പഠിക്കുവാനുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന സ്ഥാപനങ്ങൾ: പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ നമ്മുടെ PSC, റീജിയണൽ ക്യാൻസർ സെന്റർ, ഹിന്ദുസ്ഥാൻ ലാറ്റക്സ്, കേരള പോലീസിന്റെ ആസ്ഥാനം, അതുപോലെ തന്നെ കേരള പോലീസ് ട്രെയിനിങ് കോളേജ്. ഇത്രയും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ, റീജിയണൽ ക്യാൻസർ സെന്റർ, ഹിന്ദുസ്ഥാൻ ലാറ്റക്സ്, കേരള പോലീസിന്റെ ആസ്ഥാനം, കേരള പോലീസ് ട്രെയിനിങ് കോളേജ് ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല, റീജിയണൽ ക്യാൻസർ സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല, ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്, കേരള പോലീസിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയാണ്, കേരള പോലീസിന്റെ ട്രെയിനിങ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരമാണ്. ദക്ഷിണ വ്യോമ കമാൻഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ല. ദക്ഷിണ വ്യോമ കമാൻഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം തുമ്പയാണ്. ഓർത്തോളനെ, എവിടെയാണ്? തുമ്പയിലാണ്. എന്ത് സ്ഥിതി ചെയ്യുന്നത്? വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തുമ്പയിലാണ്. അത് തിരുവനന്തപുരം ജില്ലയിലാണ്. ടൈറ്റാനിയം പ്രോഡക്ട്സ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല. ടൈറ്റാനിയം പ്രോഡക്ട്സ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കൊച്ചുവേളിയിലാണ്. അതുപോലെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാ?
തിരുവനന്തപുരം ജില്ലയിലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി തിരുവനന്തപുരം ജില്ല. ദക്ഷിണ വ്യോമ കമാൻഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ല. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തുമ്പ തിരുവനന്തപുരം ജില്ല. ടൈറ്റാനിയം പ്രോഡക്ട്സ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം ജില്ല. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ശ്രീകാര്യം തിരുവനന്തപുരം ജില്ല. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല. കേരഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ല. കേരഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ല. കേരള സംസ്ഥാന വനം വകുപ്പ് സ്ഥിതി ചെയ്യുന്നത് വഴുതക്കാട് തിരുവനന്തപുരം ജില്ല. കേരള സംസ്ഥാന വനം വകുപ്പിന്റെ ആസ്ഥാനം വഴുതക്കാട് തിരുവനന്തപുരം ജില്ല. ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പാലോട് തിരുവനന്തപുരം ജില്ല. ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാലോട് തിരുവനന്തപുരം ജില്ല. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം ജില്ല. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തിരുവനന്തപുരം ജില്ല. കേരഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ല. കേരള സംസ്ഥാന വനം വകുപ്പിന്റെ ആസ്ഥാനം വഴുതക്കാട് തിരുവനന്തപുരം ജില്ല. ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പാലോടിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ല. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ല. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ല. ആന പുനരധിവാസ കേന്ദ്രമായ കോട്ടൂർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല. ആന പുനരധിവാസ കേന്ദ്രമായ കോട്ടൂർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല. കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരം ജില്ല. ഓർത്തോളനെ, കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പട്ടത്താണ് സ്ഥിതി ചെയ്യുന്നത്. പട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല. ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂർ തിരുവനന്തപുരം ജില്ല. കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പട്ടം തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരം ജില്ലയില് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അതുകൊണ്ട് വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. രണ്ടാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. കേരള സെറാമിക്സ് ലിമിറ്റഡ് കുണ്ടറ കൊല്ലം ജില്ല. കേരള സെറാമിക്സ് ലിമിറ്റഡ് കുണ്ടറ കൊല്ലം ജില്ല. കേരള മിനറൽസ് ആൻഡ് മെറ്റൽ ലിമിറ്റഡ് ചവറ കൊല്ലം ജില്ല. കേരള മിനറൽസ് ആൻഡ് മെറ്റൽ ലിമിറ്റഡ് ചവറ കൊല്ലം ജില്ല. കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് നീണ്ടകര കൊല്ലം ജില്ല. കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് നീണ്ടകര കൊല്ലം ജില്ല. കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ പുനലൂർ കൊല്ലം ജില്ല. കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ പുനലൂർ കൊല്ലം ജില്ല. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ ശ്രദ്ധിച്ചോളുക. കേരള സെറാമിക്സ് ലിമിറ്റഡ് കുണ്ടറ കൊല്ലം ജില്ല. കേരള മിനറൽസ് ആൻഡ് മെറ്റൽ ലിമിറ്റഡ് അഥവാ KMML ചവറ കൊല്ലം ജില്ല. കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് നീണ്ടകര കൊല്ലം ജില്ല. കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ പുനലൂര് കൊല്ലം ജില്ല. ഓർക്കുക. ട്രാവൻകൂർ ഫ്ലൈവുഡ് ഇൻഡസ്ട്രീസ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ല. ട്രാവൻകൂർ ഫ്ലൈവുഡ് ഇൻഡസ്ട്രീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് കൊട്ടാരക്കര കൊല്ലം ജില്ല. അതായത് കില എന്ന് നമ്മൾ പറയൂലേ, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന അതിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊട്ടാരക്കര കൊല്ലം ജില്ല. ഇന്ത്യൻ റെയർ എർത്ത് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ചവറ കൊല്ലം ജില്ല. ഇന്ത്യൻ റെയർ എർത്ത് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ചവറ കൊല്ലം ജില്ല. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ആസ്ഥാനം വെള്ളിമൺ കൊല്ലം ജില്ല. കൺഫ്യൂഷൻ ആകും, അത് ക്ലിയർ ചെയ്ത് തരാം. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് വെള്ളിമൺ എവിടെയാണ്? കൊല്ലം ജില്ല. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. ട്രാവൻകൂർ ഫ്ലൈവുഡ് ഇൻഡസ്ട്രീസിന്റെ ആസ്ഥാനം കൊല്ലം ജില്ല. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് കൊട്ടാരക്കര കൊല്ലം ജില്ല. ഇന്ത്യൻ റെയർ എർത്ത് ഫാക്ടറി ചവറ കൊല്ലം ജില്ല. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി വെള്ളിമൺ കൊല്ലം ജില്ല. അടുത്തതായി നമുക്ക് നോക്കുവാനുള്ളത് പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. ട്രാവൻകൂർ ഷുഗർ ആൻഡ് കെമിക്കൽ ലിമിറ്റഡ് തിരുവല്ല പത്തനംതിട്ട ജില്ല. ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് തിരുവല്ല പത്തനംതിട്ട ജില്ല. മന്നം ഷുഗർ മില്ല് പന്തളം പത്തനംതിട്ട ജില്ല. മന്നം ഷുഗർ മില്ല് പന്തളം പത്തനംതിട്ട ജില്ല. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ലോർ ആൻഡ് ഫോക്ക് ആർട്സ് മണ്ണടി പത്തനംതിട്ട ജില്ല. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ലോർ ആൻഡ് ഫോക്ക് ആർട്സ് മണ്ണടി പത്തനംതിട്ട ജില്ല. വാസ്തുവിദ്യ ഗുരുകുലം ആറന്മുള പത്തനംതിട്ട ജില്ല. വാസ്തുവിദ്യ ഗുരുകുലം ആറന്മുള പത്തനംതിട്ട ജില്ല. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡ്സ് തിരുവല്ല പത്തനംതിട്ട ജില്ല. മന്നം ഷുഗർ മില്ല് പന്തളം പത്തനംതിട്ട ജില്ല. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ലോർ ആൻഡ് ഫോക്ക് ആർട്സ് മണ്ണടി പത്തനംതിട്ട ജില്ല.
വാസ്തുവിദ്യാ ഗുരുകുലം ആറന്മുള പത്തനംതിട്ട ജില്ല. ഈ പറഞ്ഞിരിക്കുന്ന 4 പോയിന്റും PSC പ്രീവിയസ് ആയി ചോദിച്ചത്. താറാവ് വളർത്തൽ നിരീക്ഷണ കേന്ദ്രം നിരണം പത്തനംതിട്ട ജില്ല. താറാവ് വളർത്തൽ നിരീക്ഷണ കേന്ദ്രം നിരണം പത്തനംതിട്ട. കൗൺസിൽ ഫോർ ഫുഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോന്നി പത്തനംതിട്ട ജില്ല. കൗൺസിൽ ഫോർ ഫുഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോന്നി പത്തനംതിട്ട ജില്ല. മണ്ണ് പരിപാലന ഗവേഷണ കേന്ദ്രം ആറന്മുള. മണ്ണ് പരിപാലന ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പത്തനംതിട്ട ആറന്മുളയിലാണ്. എന്നാൽ കേരളത്തിലെ മണ്ണ് മ്യൂസിയമാണ് എവിടെ സ്ഥിതി ചെയ്യുന്നത്? പറോട്ട് കോണത്ത് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? പറോട്ട് കോണത്ത് സ്ഥിതി ചെയ്യുന്നത്. അത് സുഹൃത്തുക്കളൊന്ന് ഓർത്ത് വെച്ചോളാം. കേരളത്തിന്റെ മണ്ണ് മ്യൂസിയം പറോട്ട് കോണം തിരുവനന്തപുരം ജില്ല. എന്നാൽ കേരളത്തിന്റെ മണ്ണ് പരിപാലന ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ആറന്മുള പത്തനംതിട്ട ജില്ല. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. താറാവ് വളർത്തൽ നിരീക്ഷണ കേന്ദ്രം നിരണം പത്തനംതിട്ട ജില്ല. കൗൺസിൽ ഫോർ ഫുഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോന്നി പത്തനംതിട്ട ജില്ല. മണ്ണ് പരിപാലന ഗവേഷണ കേന്ദ്രം ആറന്മുള പത്തനംതിട്ട ജില്ല. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെ പറ്റിയിട്ടാണ്. കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളം ആലപ്പുഴ. കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളം ആലപ്പുഴ. കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം കലവൂർ ആലപ്പുഴ. കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം കലവൂർ ആലപ്പുഴ. കേരള കയർ ബോർഡിന്റെ ആസ്ഥാനം ആലപ്പുഴ. കേരള കയർ ബോർഡിന്റെ ആസ്ഥാനം ആലപ്പുഴ. ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് സ്ഥിതി ചെയ്യുന്നത് കലവൂർ ആലപ്പുഴ. ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് സ്ഥിതി ചെയ്യുന്നത് കലവൂർ ആലപ്പുഴ. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ആസ്ഥാനം ആലപ്പുഴ. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ആസ്ഥാനം എവിടെയാണ്? ആലപ്പുഴയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളം. കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം കലവൂർ ആലപ്പുഴ. കേരള കയർ ബോർഡ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയില്. ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് കലവൂർ ആലപ്പുഴ. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ആലപ്പുഴ. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് കോട്ടയത്തുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. ശ്രദ്ധിക്കുക, കോട്ടയത്തുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ. ട്രാവൻകൂർ സിമന്റ് ഫാക്ടറി നാട്ടകം കോട്ടയം. ട്രാവൻകൂർ സിമന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? നാട്ടകം സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയം ജില്ല. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം കോട്ടയം. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം കോട്ടയം. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി വെള്ളൂർ കോട്ടയം. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി വെള്ളൂർ കോട്ടയം. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ആസ്ഥാനം കോട്ടയം. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ആസ്ഥാനം കോട്ടയം. മദ്രാസ് റബ്ബർ ഫാക്ടറി അഥവാ MRFന്റെ ആസ്ഥാനം വടവാതൂർ കോട്ടയം. മദ്രാസ് റബ്ബർ ഫാക്ടറി അഥവാ MRFന്റെ ആസ്ഥാനം വടവാതൂർ കോട്ടയം. റബ്ബർ ബോർഡ്, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. റബ്ബർ ബോർഡും റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ടയത്താണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ട്രാവൻകൂർ സിമന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് നാട്ടകം കോട്ടയം ജില്ല. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം കോട്ടയം. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി വെള്ളൂർ കോട്ടയം. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ആസ്ഥാനം കോട്ടയം. മദ്രാസ് റബ്ബർ ഫാക്ടറി വടവാതൂർ കോട്ടയം. റബ്ബർ ബോർഡിന്റെയും റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? കോട്ടയമാണ്, ഓർക്കുക. സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതിയുടെ ആസ്ഥാനം കോട്ടയം. സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതിയുടെ ആസ്ഥാനം കോട്ടയം. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ ആസ്ഥാനം കോട്ടയം. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ ആസ്ഥാനം കോട്ടയം. MG സർവകലാശാലയുടെ ആസ്ഥാനം അതിരമ്പുഴ കോട്ടയം. MG സർവകലാശാലയുടെ ആസ്ഥാനം അതിരമ്പുഴ കോട്ടയം. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ആസ്ഥാനം തെക്കുംതല കോട്ടയം. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് തെക്കുംതലയുടെ ആസ്ഥാനം കോട്ടയമാണ്, ഓർക്കുക. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് തെക്കുംതല സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? കോട്ടയം ജില്ലയിലാണ്, ഓർക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതിയുടെ ആസ്ഥാനം കോട്ടയം. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ ആസ്ഥാനം കോട്ടയം. MG സർവകലാശാലയുടെ ആസ്ഥാനം അതിരമ്പുഴ കോട്ടയം. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് സ്ഥിതി ചെയ്യുന്നത് തെക്കുംതല കോട്ടയം ജില്ല. ഇനി ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം മയിലാടുംപാറ. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം മയിലാടുംപാറ ഇടുക്കി. കേരള ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ ഇടുക്കി. കേരള ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ ഇടുക്കി. സ്പൈസസ് പാർക്ക് പുറ്റടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ. സ്പൈസസ് പാർക്ക് പുറ്റടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയില്. ഹില്ലി അക്വാ ഫാക്ടറി തൊടുപുഴ ഇടുക്കി ജില്ല. നമ്മുടെ കേരള സർക്കാർ
സർക്കാരിന്റെ അല്ലേ അതെ കുടിവെള്ള പദ്ധതിയായിട്ടുള്ള ഹില്ലി അക്വയുടെ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴ ഇടുക്കി ജില്ല. നാഷണൽ അഡ്വഞ്ചർ അക്കാദമിയുടെ ആസ്ഥാനം ദേവികുളം ഇടുക്കി ജില്ല. നാഷണൽ അഡ്വഞ്ചർ അക്കാദമിയുടെ ആസ്ഥാനം ദേവികുളം ഇടുക്കി ജില്ല. കേരള ചന്ദന ഡിസ്റ്റിലറി സ്ഥിതി ചെയ്യുന്നത് മറയൂര് ഇടുക്കി ജില്ല. കേരളത്തിലെ ചന്ദന ഡിസ്റ്റിലറി സ്ഥിതി ചെയ്യുന്നത് ഏക ഡിസ്റ്റിലറിയാണ് കേട്ടോ ചന്ദന ഡിസ്റ്റിലറി. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? മറയൂര് ഇടുക്കി ജില്ലയിലാണ്. ഒന്നും കൂടി പറയാം സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മയിലാടുംപാറ ഇടുക്കി. കേരള ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാമ്പാടുംപാറ ഇടുക്കിയാണ്. സ്പൈസസ് പാർക്ക് പുറ്റടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയാണ്. ഹില്ലി അക്വ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴ ഇടുക്കിയാണ്. നാഷണൽ അഡ്വഞ്ചർ അക്കാദമിയുടെ ആസ്ഥാനം ദേവികുളം ഇടുക്കിയാണ്. കേരളത്തിലെ ഒരേ ഒരു ചന്ദന ഡിസ്റ്റിലറി മറയൂർ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഓർക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, അതായത് തിരുവനന്തപുരം ജില്ല കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എറണാകുളം ജില്ലയിലെ സ്ഥാപനങ്ങൾ. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ്. ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ല. ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ല. നാളികേര വികസന ബോർഡ് കൊച്ചി എറണാകുളം ജില്ല. നാളികേര വികസന ബോർഡ് കൊച്ചി എറണാകുളം ജില്ല. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കൊച്ചി എറണാകുളം ജില്ല. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കൊച്ചി എറണാകുളം ജില്ല. കേരളത്തിൽ CBIയുടെ ആസ്ഥാനം കൊച്ചി എറണാകുളം ജില്ല. കേരളത്തിലെ CBIയുടെ ആസ്ഥാനം എവിടെയാ? കൊച്ചി എറണാകുളം ജില്ലയാണ്. ഇൻഫോ പാർക്ക് കാക്കനാട് എറണാകുളം. ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കാക്കനാട് എറണാകുളം ജില്ല. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് അഥവാ കുഫോസിന്റെ ആസ്ഥാനം ചോദിച്ചാൽ പനങ്ങാട് എറണാകുളം ജില്ല. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് അഥവാ കുഫോസിന്റെ ആസ്ഥാനം ചോദിച്ചാൽ പനങ്ങാട് എറണാകുളം ജില്ലയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം. ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം. നാളികേര വികസന ബോർഡ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചി എറണാകുളം. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കൊച്ചി എറണാകുളം. കേരളത്തിൽ CBIയുടെ ആസ്ഥാനം കൊച്ചി എറണാകുളം. ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കാക്കനാട് എറണാകുളം. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് അഥവാ കുഫോസിന്റെ ആസ്ഥാനം ചോദിച്ചാൽ പനങ്ങാട് എറണാകുളം. ദക്ഷിണ മേഖല നേവൽ കമാൻഡിന്റെ ആസ്ഥാനം കൊച്ചി എറണാകുളം. ദക്ഷിണ മേഖല നേവൽ കമാൻഡിന്റെ ആസ്ഥാനം കൊച്ചി എറണാകുളം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കളമശ്ശേരി എറണാകുളം. ഒത്തിരി പേര് തെറ്റിക്കുന്നതാണ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അഥവാ കുസാറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് കളമശ്ശേരി എറണാകുളം ജില്ല. ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് കളമശ്ശേരി എറണാകുളം. ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് സ്ഥിതി ചെയ്യുന്നത് കളമശ്ശേരി എറണാകുളം. ബാംബു കോർപ്പറേഷൻ അങ്കമാലി എറണാകുളം. ബാംബു കോർപ്പറേഷൻ അങ്കമാലി എറണാകുളം. കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ അത്താണി എറണാകുളം. കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ അത്താണി എറണാകുളം ജില്ല. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി എറണാകുളം ജില്ല. പുൽത്തൈല ഗവേഷണ കേന്ദ്രമായിട്ടുള്ള ഓടക്കാലി എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഉദ്യോഗമണ്ഡൽ ആലുവയാണ് കേട്ടോ. ഇവിടെയാണ് എറണാകുളം ജില്ല. ശ്രദ്ധിച്ചോളനെ. ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ PSC ഉദ്യോഗമണ്ഡൽ കൊടുത്തിട്ടുണ്ട്. ഉത്തരമായിട്ട് ആലുവയും കൊടുത്തിട്ടുണ്ട്. ഉത്തരമായിട്ട് എറണാകുളം ജില്ലയും കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഓർത്ത് വെക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ദക്ഷിണ മേഖല നേവൽ കമാൻഡിന്റെ ആസ്ഥാനം കൊച്ചി എറണാകുളം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അഥവാ കുസാറ്റിന്റെ ആസ്ഥാനം കളമശ്ശേരി എറണാകുളം. ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് കളമശ്ശേരി എറണാകുളം. ബാംബു കോർപ്പറേഷൻ അങ്കമാലി എറണാകുളം. കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ അത്താണി എറണാകുളം. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി എറണാകുളം. ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ഉദ്യോഗമണ്ഡൽ അല്ലെങ്കിൽ ആലുവ അല്ലെങ്കിൽ നമുക്ക് പറയാം എറണാകുളം ജില്ല. ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസിന്റെ ആസ്ഥാനം ഉദ്യോഗമണ്ഡൽ എറണാകുളം ജില്ല. ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസിന്റെ ആസ്ഥാനം ഉദ്യോഗമണ്ഡൽ എറണാകുളം ജില്ല. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല കാലടി എറണാകുളം ജില്ല. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല കാലടി എറണാകുളം ജില്ല. ഫെഡറൽ ബാങ്കിന്റെ ആസ്ഥാനം ആലുവ എറണാകുളം ജില്ല. ഫെഡറൽ ബാങ്കിന്റെ ആസ്ഥാനം ആലുവ എറണാകുളം ജില്ല. നാഷണൽ പേപ്പർ എക്സ്ചേഞ്ച് കൊച്ചി എറണാകുളം ജില്ല. നാഷണൽ പേപ്പർ എക്സ്ചേഞ്ച് കൊച്ചി എറണാകുളം ജില്ല. സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി എറണാകുളം ജില്ല. സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി എറണാകുളം ജില്ല. കേരള ജുഡീഷ്യൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് അത്താണി എറണാകുളം ജില്ല. കേരള ജുഡീഷ്യൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് അത്താണി എറണാകുളം ജില്ല. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ഉദ്യോഗമണ്ഡൽ എറണാകുളം ജില്ല. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല കാലടി എറണാകുളം ജില്ല. ഫെഡറൽ ബാങ്കിന്റെ ആസ്ഥാനം ആലുവ എറണാകുളം. നാഷണൽ പെപ്പർ എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്നത് കൊച്ചി എറണാകുളം ജില്ല. സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി എറണാകുളം ജില്ല.
കേരള ജുഡീഷ്യൽ അക്കാദമിയുടെ ആസ്ഥാനം അത്താണി, എറണാകുളം ജില്ല. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് കളമശ്ശേരിയുടെ ആസ്ഥാനം ചോദിച്ചാൽ എറണാകുളം ജില്ല. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് അഥവാ ന്യൂഹാംസ് നമ്മൾ പറയും, അതെവിടെയാണ്? കളമശ്ശേരി, എറണാകുളം ജില്ല. കേരള കൺസ്യൂമർ ഫെഡ് ഗാന്ധിനഗർ, കൊച്ചി, എറണാകുളം ജില്ല. കേരള കൺസ്യൂമർ ഫെഡിന്റെ ആസ്ഥാനം ഗാന്ധിനഗറിന് ഉത്തരം PSC കൊടുത്തിട്ടുണ്ട്, കൊച്ചിക്ക് PSC ഉത്തരം കൊടുത്തിട്ടുണ്ട്, എറണാകുളം ജില്ലയെന്നും PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മൂന്നും പഠിച്ചോളാം. കേരള കൺസ്യൂമർ ഫെഡിന്റെ ആസ്ഥാനം ഗാന്ധിനഗർ അല്ലെങ്കിൽ കൊച്ചി അല്ലെങ്കിൽ എറണാകുളം. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊച്ചി, എറണാകുളം ജില്ല. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊച്ചി, എറണാകുളം ജില്ല. കേരള സ്റ്റേറ്റ് മാരിടൈം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ആസ്ഥാനം കൊച്ചി, എറണാകുളം. കേരള സ്റ്റേറ്റ് മാരിടൈം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ആസ്ഥാനം കൊച്ചി, എറണാകുളം ജില്ല. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് കളമശ്ശേരി, എറണാകുളം ജില്ല. കേരള കൺസ്യൂമർ ഫെഡിന്റെ ആസ്ഥാനം ഗാന്ധിനഗർ അല്ലെങ്കിൽ കൊച്ചി അല്ലെങ്കിൽ എറണാകുളം ജില്ല. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊച്ചി, എറണാകുളം ജില്ല. കേരള സ്റ്റേറ്റ് മാരിടൈം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കൊച്ചി, എറണാകുളം ജില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് തൃശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെ പറ്റിയാണ്. നമുക്ക് നോക്കാം. കേരള ലളിതകലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ല. കേരള ലളിതകലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ല. കേരള സാഹിത്യ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ല. കേരള സാഹിത്യ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എന്താണ്? തൃശൂർ ജില്ലയിലാണ്. കേരള സംഗീത നാടക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ല. കേരള സംഗീത നാടക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശൂർ ജില്ല. ഇത് മൂന്നും പഠിച്ചു വെച്ചോളണേ. കേരള ലളിതകലാ അക്കാദമി തൃശൂർ ജില്ല, കേരള സാഹിത്യ അക്കാദമി തൃശൂർ ജില്ല, കേരള സംഗീത നാടക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശൂർ ജില്ല. കേരള പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് രാമവർമ്മപുരം, തൃശൂർ ജില്ല. കേരള പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് രാമവർമ്മപുരം, തൃശൂർ ജില്ല. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസിന്റെ ആസ്ഥാനം തൃശൂർ ജില്ല. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് അഥവാ KSFE എന്ന് പറയത്തില്ലേ, അവരുടെ ആസ്ഥാനം എവിടെയാണ്? അത് തൃശൂർ ജില്ലയിലാണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ ആസ്ഥാനം തൃശൂർ ജില്ല. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ ആസ്ഥാനം എവിടെയാണ്? തൃശൂർ ജില്ലയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂരാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂരാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം തൃശൂരാണ്. കേരള പോലീസ് അക്കാദമിയുടെ ആസ്ഥാനം രാമവർമ്മപുരം, തൃശൂരാണ്. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് അഥവാ KSFEയുടെ ആസ്ഥാനം തൃശൂരാണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ ആസ്ഥാനം തൃശൂരാണ്. കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് മണ്ണൂത്തി, തൃശൂർ. കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് മണ്ണൂത്തിയുടെ ആസ്ഥാനം തൃശൂരാണ്. സ്റ്റേറ്റ് എക്സൈസ് അക്കാദമി ആൻഡ് റിസർച്ച് സെന്റർ അരനാട്ടുകര, തൃശൂർ. സ്റ്റേറ്റ് എക്സൈസ് അക്കാദമി ആൻഡ് റിസർച്ച് സെന്റർ അരനാട്ടുകര, തൃശൂർ. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി, തൃശൂർ. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി, തൃശൂർ. കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തി അല്ലെങ്കിൽ നമുക്ക് പറയാം വെള്ളാനിക്കര, തൃശൂർ ജില്ല. കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തി അല്ലെങ്കിൽ വെള്ളാനിക്കര എവിടെയാണ്? തൃശൂർ ജില്ലയാണ്. ഇത് മൂന്നെണ്ണത്തിനും PSC ആൻസർ കൊടുത്തിട്ടുണ്ട്. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, തൃശൂർ ജില്ല. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, തൃശൂർ ജില്ല. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര, തൃശൂർ ജില്ല. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര, തൃശൂർ ജില്ല. അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ ചാലക്കുടി, തൃശൂർ ജില്ല. അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ ചാലക്കുടി, തൃശൂർ ജില്ല. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് മണ്ണുത്തി, തൃശൂർ ജില്ല. സ്റ്റേറ്റ് എക്സൈസ് അക്കാദമി ആൻഡ് റിസർച്ച് സെന്റർ അരനാട്ടുകര, തൃശൂർ ജില്ല. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി, തൃശൂർ ജില്ല. കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി, വെള്ളാനിക്കര, തൃശൂർ ജില്ല. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, തൃശൂർ ജില്ല. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര, തൃശൂർ ജില്ല. അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ ചാലക്കുടി, തൃശൂർ ജില്ല. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് പാലക്കാടുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. ശ്രദ്ധിക്കുക, പാലക്കാടുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രം പാലക്കാട്. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രം പാലക്കാട്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ സ്ഥിതി ചെയ്യുന്നത് ഒലവക്കോട്, പാലക്കാട് ജില്ല. പാലക്കാട് റെയിൽവേ ഡിവിഷൻ സ്ഥിതി ചെയ്യുന്നത് ഒലവക്കോട്, പാലക്കാട് ജില്ല. ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് സ്ഥിതി ചെയ്യുന്നത് കഞ്ചിക്കോട്, പാലക്കാട് ജില്ല. ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് സ്ഥിതി ചെയ്യുന്നത് കഞ്ചിക്കോട്, പാലക്കാട് ജില്ല. മലബാർ സിമന്റ്സിന്റെ ആസ്ഥാനം വാളയാർ, പാലക്കാട്. മലബാർ സിമന്റ്സിന്റെ ആസ്ഥാനം വാളയാർ, പാലക്കാട് ജില്ല. കരിമ്പ് ഗവേഷണ കേന്ദ്രമായ മേനോൻ പാറ സ്ഥിതി എന്ന് ചോദിച്ചാൽ അത് പാലക്കാട്. അതുപോലെ ഒരു കരിമ്പ് ഗവേഷണ കേന്ദ്രം പത്തനംതിട്ടയിലെ തിരുവല്ലയിലുണ്ട് കേട്ടോ, ഓർത്തോളനെ. കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മേനോൻ പാറ, പാലക്കാട്. അല്ലെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട, തിരുവല്ലയിലാണ്. ലൈവ് സ്റ്റോക്ക് റിസർച്ച് സ്റ്റേഷൻ തിരുവാഴാംകുന്ന്, പാലക്കാട്. ലൈവ് സ്റ്റോക്ക് റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് തിരുവാഴാംകുന്ന്, പാലക്കാട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാലക്കാട്,
കോഴിപ്പാറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓർക്കണേ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാലക്കാട് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ IIT എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട് കോഴിപ്പാറയിലാണ്. ഓർക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രം പാലക്കാട്, പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഒലവക്കോട്, ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് സ്ഥിതി ചെയ്യുന്നത് കഞ്ചിക്കോട് പാലക്കാട്, മലബാർ സിമന്റ്സിന്റെ ആസ്ഥാനം വാളയാർ പാലക്കാട്, കരിമ്പ് ഗവേഷണ കേന്ദ്രം മേനോൻപാറ പാലക്കാട്, അതിനോടൊപ്പം തന്നെ പത്തനംതിട്ടയിലുണ്ട്, അത് തിരുവല്ലയിലാണ്. ലൈഫ് സ്റ്റോക്ക് റിസർച്ച് സ്റ്റേഷൻ തിരുവാഴാംകുന്ന് പാലക്കാട് ജില്ല, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാലക്കാട് അഥവാ IIT പാലക്കാട് സ്ഥിതി ചെയ്യുന്നത് കോഴിപ്പാറയിലാണ്. ഓർക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളത് മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാല തിരൂർ മലപ്പുറം ജില്ല. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാല തിരൂർ മലപ്പുറം ജില്ല. മലയാളം റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരൂർ മലപ്പുറം ജില്ല. മലയാളം റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരൂർ മലപ്പുറം ജില്ല. കോഴിക്കോട് സർവകലാശാലയുടെ ആസ്ഥാനം തേഞ്ഞിപ്പാലം മലപ്പുറം ജില്ല. പലരും തെറ്റിക്കുന്ന പോയിന്റ് ആണ്. കോഴിക്കോട് സർവകലാശാലയുടെ ആസ്ഥാനം തേഞ്ഞിപ്പാലം മലപ്പുറം ജില്ല. കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം മലപ്പുറം ജില്ല. കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം മലപ്പുറം ജില്ല. കേരള ഗ്രാമീണ ബാങ്ക് മലപ്പുറം ജില്ലയിലാണ് ആസ്ഥാനം. കേരള ഗ്രാമീണ ബാങ്കിന്റെ ആസ്ഥാനം മലപ്പുറം ജില്ല. കേരള വുഡ് ഇൻഡസ്ട്രീസിന്റെ ആസ്ഥാനം നിലമ്പൂർ മലപ്പുറം ജില്ല. കേരള വുഡ് ഇൻഡസ്ട്രീസിന്റെ ആസ്ഥാനം നിലമ്പൂർ മലപ്പുറം ജില്ല. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് മഞ്ചേരി. മലപ്പുറത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഞ്ചേരിയിലാണ്. അതും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാല തിരൂർ മലപ്പുറം, മലയാളം റിസർച്ച് സെന്റർ തിരൂർ മലപ്പുറം, കോഴിക്കോട് സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് തേഞ്ഞിപ്പാലം മലപ്പുറം, കശുവണ്ടി ഗവേഷണ കേന്ദ്രമായ ആനക്കയം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം, കേരള ഗ്രാമീണ ബാങ്കിന്റെ ആസ്ഥാനം മലപ്പുറം, കേരള വുഡ് ഇൻഡസ്ട്രീസ് നിലമ്പൂരിന്റെ ആസ്ഥാനം മലപ്പുറം, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മഞ്ചേരി മലപ്പുറം. അടുത്തതായി നമുക്ക് നോക്കുവാനുള്ളത് കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഥവാ IIM സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സുഹൃത്തുക്കളെ? അത് കോഴിക്കോടാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. കേരള സ്കൂൾ ഓഫ് മാത്തമെറ്റിക്സിന്റെ ആസ്ഥാനം കുന്നമംഗലം കോഴിക്കോട്. കേരള സ്കൂൾ ഓഫ് മാത്തമെറ്റിക്സിന്റെ ആസ്ഥാനം കുന്നമംഗലം കോഴിക്കോട്. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിന്റെ ആസ്ഥാനം ബാലുശ്ശേരി കോഴിക്കോട്. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിന്റെ ആസ്ഥാനം ബാലുശ്ശേരി കോഴിക്കോട്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിന്റെ ആസ്ഥാനം കോഴിക്കോട്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിന്റെ ആസ്ഥാനം കോഴിക്കോട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിന്റെ ആസ്ഥാനം കോഴിക്കോട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിന്റെ ആസ്ഥാനം കോഴിക്കോട്. സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റിന്റെ ആസ്ഥാനം കുന്നമംഗലം കോഴിക്കോട്. സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റിന്റെ ആസ്ഥാനം കുന്നമംഗലം കോഴിക്കോട് ജില്ല. ഓർക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെ പറ്റിയാണ്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ വയനാട്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ വയനാട്. റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ അമ്പലവയൽ വയനാട്. റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ അമ്പലവയൽ വയനാട്. കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടയിൽ വയനാട്. കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടയിൽ വയനാട്. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി പൂക്കോട് വയനാട്. പഠിച്ചോളനെ, കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി പൂക്കോട് വയനാട്. MS സ്വാമിനാഥൻ റിസർച്ച് ആൻഡ് ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് പുത്തൂർ വയൽ വയനാട്. MS സ്വാമിനാഥൻ റിസർച്ച് ആൻഡ് ബൊട്ടാണിക്കൽ ഗാർഡൻ പുത്തൂർ വയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വയനാടാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയൽ വയനാട്. റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് അമ്പലവയൽ വയനാട്. കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടയിൽ വയനാട്. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി പൂക്കോട് വയനാട്. MS സ്വാമിനാഥൻ റിസർച്ച് ആൻഡ് ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് പുത്തൂർ വയൽ വയനാട്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി അഥവാ നിഫ്റ്റിന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ണൂർ ജില്ലയിലാണ്. റെപ്പോയുടെ ആസ്ഥാനം കണ്ണൂർ ജില്ല. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം കണ്ണൂര്. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം കണ്ണൂര്. കേരള ഫോക്ലോർ അക്കാദമി ചിറക്കൽ കണ്ണൂര്. കേരള ഫോക്ലോർ അക്കാദമി ചിറക്കൽ കണ്ണൂര്. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ കണ്ണൂര്. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ കണ്ണൂര്. കണ്ണൂർ യൂണിവേഴ്സിറ്റി
തവക്കര കണ്ണൂര്, കണ്ണൂർ യൂണിവേഴ്സിറ്റി തവക്കര കണ്ണൂര്. മലബാർ ക്യാൻസർ സെന്റർ തലശ്ശേരി കണ്ണൂര്, മലബാർ ക്യാൻസർ സെന്റർ തലശ്ശേരി കണ്ണൂര്. സെൻട്രൽ സ്റ്റേറ്റ് ഫാം ആറളം, സെൻട്രൽ സ്റ്റേറ്റ് ഫാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആറളമാണ്. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി അഥവാ നിഫ്റ്റിന്റെ ആസ്ഥാനം കണ്ണൂർ ജില്ല. റെക്കോർഡ് ആസ്ഥാനം കണ്ണൂർ ജില്ല. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കണ്ണൂർ ജില്ല. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം ചിറക്കൽ കണ്ണൂർ ജില്ല. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ കണ്ണൂർ ജില്ല. കണ്ണൂർ യൂണിവേഴ്സിറ്റി തവക്കര കണ്ണൂർ ജില്ല. മലബാർ ക്യാൻസർ സെന്റർ സ്ഥിതി ചെയ്യുന്നത് തലശ്ശേരി കണ്ണൂർ ജില്ല. സെൻട്രൽ സ്റ്റേറ്റ് ഫാം ആറളം കണ്ണൂർ ജില്ല. ഓർക്കുക. ഇനി നമുക്ക് അവസാന ഭാഗമാണ്. നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കേന്ദ്ര സർവകലാശാല പെരിയ കാസർഗോഡ് ജില്ല, കേന്ദ്ര സർവകലാശാല പെരിയ കാസർഗോഡ് ജില്ല. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കുടിലു കാസർഗോഡ് ജില്ല, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കുടിലു കാസർഗോഡ് ജില്ല. റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ പീലിക്കോട് കാസർഗോഡ് ജില്ല, റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ പീലിക്കോട് കാസർഗോഡ് ജില്ല. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. കേന്ദ്ര സർവകലാശാല പെരിയ കാസർഗോഡ് ജില്ല. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കുടിലു കാസർഗോഡ് ജില്ല. റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ പീലിക്കോട് കാസർഗോഡ് ജില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ സ്ഥാപനങ്ങളും ആസ്ഥാനങ്ങളും ഒരു കാരണവശാലും പഠിക്കാതെ പോകരുത് സുഹൃത്തുക്കളെ. ഈ അവസാനം ചോദിച്ച LD എക്സാം വരെയും PSC കൃത്യമായിട്ട് എടുത്ത് ചോദിച്ചതാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളവ മാത്രമാണ്. അതുകൊണ്ടാണ് അത്രയും ഇമ്പോർട്ടന്റ് ഉണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കൾ എല്ലാവരും 2-3 തവണ നമ്മുടെ വീഡിയോ കണ്ടു പഠിക്കാൻ ശ്രമിക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കിയത്. ഇത്രയും നേരം ഈ വീഡിയോ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ എത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.